മക്കളെ എല്ലാവർക്കും എക്സാം വിന്നർ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ജോബിൻ. അപ്പോൾ മക്കളെ 6ാം ക്ലാസ്സിൽ ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കേണ്ട ഒരു ചാപ്റ്റർ ഉണ്ട്. സാറാ ജോസഫ് എഴുതിയ ഒരു സ്വപ്നമുണ്ടായിരുന്നു എന്ന് പറയുന്ന കഥ. എന്താണ് മക്കളെ? ഒരു സ്വപ്നമുണ്ടായിരുന്നു അല്ലേ? എനിക്കൊരു സ്വപ്നമുണ്ടായിരുന്നു. നമുക്ക് പലർക്കും അറിയാം, നമുക്ക് എല്ലാവർക്കും ഒരു സ്വപ്നമുണ്ടെന്ന്. എന്തൊക്കെയാണ് നമ്മുടെ സ്വപ്നങ്ങൾ? ഡോക്ടർ ആകണം, എഞ്ചിനീയർ ആകണം, വക്കീലാവണം, ടീച്ചറാകണം, പൈലറ്റ് ആവണം, ഒരുപാട് നേഴ്സാകണം, ഒരുപാട് സ്വപ്നങ്ങളുണ്ട് അല്ലേ? ചില ആൾ പറയും കൃഷിക്കാരനാവണം, പോലീസ് ആവണം, മിലിറ്ററി ആവണം, ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. പക്ഷേ ഈ ഭൂമിയിൽ മനസമാധാനത്തോടെ, ഈ പ്രകൃതിയിൽ ആശ്വാസത്തോടെ ഉറങ്ങുക എന്ന സ്വപ്നം എൻ്റെ മക്കൾക്കുണ്ടോ? ഉണ്ടോ? എന്നാൽ നമ്മുടെ സാറാ ജോസഫിൻ്റെ ഒരു സ്വപ്നമുണ്ടായിരുന്നു എന്ന് പറയുന്ന കഥയിൽ സ്വപ്നം എന്ന് പറയുന്നത് നമ്മൾ കിനാവ് കാണുന്ന ആ സ്വപ്നമല്ല. പ്രകൃതിയുടെ മടിത്തട്ടിൽ, പ്രകൃതിയുടെ പ്രശാന്ത സുന്ദരമായ ആ ജലാശയത്തിൻ്റെ നടുവിൽ, പ്രകൃതിയുടെ തണുപ്പിൽ, പ്രകൃതിയുടെ പച്ചപ്പിൽ സുഖമായി ആനന്ദത്തോടുകൂടി സമാധാനത്തോടുകൂടി ഉറങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ചില മനുഷ്യരുടെ സ്വപ്നമാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന സാറാ ജോസഫിൻ്റെ ഒരു സ്വപ്നം ഉണ്ടായിരുന്നു പറയുന്ന കഥ. സെറ്റായി പഠിച്ചുവിടറാ? ഓക്കെ അല്ലേ? ഇപ്പം നമ്മൾ ഈ സ്വപ്നം നമ്മൾ കണ്ട സ്വപ്നമല്ല, മറിച്ച് പ്രകൃതിയോട് ചേർന്നിണങ്ങി ജീവിക്കുന്ന മനുഷ്യർ കിനാവ് കണ്ട ചില സ്വപ്നങ്ങളാണ് നമ്മൾ ഈ കഥയിൽ പഠിക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് ആദ്യം എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ സ്വപ്നമൊക്കെ സെറ്റല്ലേ? എന്നിട്ട് നമ്മൾ ഈ കഥയിലേക്ക് കടക്കുകയാണ്. അതിനു മുന്നേ നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാരി നമുക്കൊന്ന് പെട്ടെന്ന് പഠിക്കാം. സാറാ ജോസഫ്. ഇതാണ് മക്കളെ സാറാ ജോസഫ്. മലയാള സാഹിത്യത്തിലെ ഒരു പ്രമുഖ നോവലിസ്റ്റും ചെറുകഥാകൃത്തും അറിയപ്പെടുന്ന എഴുത്തുകാരിയുമാണ് സാറാ ജോസഫ് അല്ലേ? അപ്പം മലയാള സാഹിത്യത്തിൽ അറിയപ്പെടുന്ന ഒരു പ്രിയപ്പെട്ട എഴുത്തുകാരിയാണ് ആര്? സാറാ ജോസഫ്. 1946 അദ്ദേഹത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് കേരളത്തിലെ ഫെമിനിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ പ്രധാന സംഘാടക. ഫെമിനിസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്ത്രീയും പുരുഷനും തുല്യരാണ് എന്ന് വാദിക്കുന്ന പ്രസ്ഥാനമാണ് എന്ത് മക്കളെ? ഫെമിനിസം എന്ന് പറയുന്നത്. ഫെമിനിസ്റ്റ് വാദി എന്ന് പറഞ്ഞാൽ സ്ത്രീയും പുരുഷനും വിദ്യാഭ്യാസ സ്ഥലങ്ങളിലും തൊഴിലിടങ്ങളിലും സാമൂഹ്യ നീതി വ്യവസ്ഥയിലും സ്ത്രീകളും പുരുഷന്മാരും തുല്യരാണ് എന്ന് പറയുകയാണ് ഫെമിനിസ്റ്റുകൾ ചെയ്യുന്നത്. അത്തരത്തിൽ ഫെമിനിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ പ്രധാന സംഘാടകയുമാണ് പ്രവർത്തകയുമായ സാറാ ജോസഫിൻ്റെ രചനകളിൽ ആട്ടിയകറ്റപ്പെട്ടവരും സമത്വവും സ്വാതന്ത്ര്യവും നഷ്ടപ്പെട്ടവരുമായ കീഴ്ജാതിക്കാരോടും സ്ത്രീകളോടുമുള്ള കാരുണ്യവും അതിന് കാരണക്കാരായ അതീശ ശക്തികളോടുള്ള ചെറുത്തുനിൽപ്പും ദർശിക്കുവാൻ സാധിക്കും അല്ലേ? ചുമ്മാ വെറുതെ കഥ എഴുതിയവളല്ല സാറാ ജോസഫ്, ഒറ്റക്ക് വഴിവെട്ടി വന്നവളാടാ. സാറാ ജോസഫിൻ്റെ കഥകളിൽ ഈ സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള അതിക്രമങ്ങൾ വിഷയമായി കടന്നു വരുന്നു. പ്രകൃതി ചൂഷണം ചെയ്യപ്പെടുന്ന ഈ പ്രകൃതി മലിനീകരണമായ പ്രശ്നങ്ങളെയും സാറാ ജോസഫ് തൻ്റെ കഥയിലൂടെ ചർച്ച ചെയ്യുന്നു. പിന്നെന്താണ്? കീഴ്ജാതിക്കാരെ നേരിടുന്ന പ്രശ്നങ്ങൾ, സമൂഹത്തിൽ മാറ്റി നിർത്തപ്പെട്ടവർ, അവഗണിക്കപ്പെട്ടവർ, അരുകുവൽക്കരിക്കപ്പെട്ടവർ, ഇവരുടെ ഒക്കെ പ്രശ്നങ്ങളൊക്കെ തന്നെ തൻ്റെ കൃതിയിൽ, തൻ്റെ കഥയിൽ ചർച്ച ചെയ്യുന്ന ഒരു അതുല്യയായ എഴുത്തുകാരിയാണ് ആര്? നമ്മുടെ സാറാ ജോസഫ്. 51ാമത് ഓടക്കുഴൽ പുരസ്കാരം സാറാ ജോസഫിനായിരുന്നു അല്ലേ? സാറാ ജോസഫിന് ഓടക്കുഴൽ പുരസ്കാരം സാറാ ജോസഫിനെ തേടിയെത്തിയിരുന്നു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, സാറാ ജോസഫ് എന്ന എഴുത്തുകാരി മാറ്റി നിർത്തപ്പെട്ടവർക്കും കരയുന്നവർക്കും താഴ്ന്ന ജാതിക്കാർക്കും ചൂഷണ വിധേയരായ കുട്ടികൾക്കും സ്ത്രീകൾക്കും പ്രകൃതി ചൂഷണങ്ങൾക്കും ഒക്കെ എതിരെ തൻ്റെ കഥയിലൂടെ ശബ്ദിച്ച, വിമർശനം ഉന്നയിച്ച എഴുത്തുകാരിയാണ് സാറാ ജോസഫ്. അപ്പോൾ സാറാ ജോസഫിൻ്റെ കഥ നമുക്ക് സെറ്റായിട്ട് പഠിക്കാം. ഏതാ കഥ? ഒരു സ്വപ്നമുണ്ടായിരുന്നു. അപ്പോൾ ഈ കഥയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഈ കഥയുടെ ആശയം ഒന്ന് ചുരുക്കി സാറ് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ഐഡിയ കിട്ടും. ഇന്ന് നമുക്ക് കഥയിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകാം. സെറ്റല്ല മക്കളെ? സെറ്റ്. സാറാ ജോസഫിൻ്റെ ആദി എന്ന നോവലിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് പാഠഭാഗം. സാറാ ജോസഫിൻ്റെ ആദി എന്ന് പറയുന്ന നോവലുണ്ട്. ആ ആദി എന്ന് പറയുന്ന നോവലിലെ ചെറിയൊരു പാഠഭാഗമാണിത്. 2011 പ്രസിദ്ധീകരിച്ച നോവൽ വെള്ളത്താൽ ചുറ്റപ്പെട്ട ആദി എന്ന സാങ്കല്പിക പ്രദേശത്തിൻ്റെ കഥ പറയുന്നു. അപ്പോൾ വെള്ളത്താൽ ചുറ്റപ്പെട്ട ആദി എന്ന സാങ്കല്പിക ദേശത്തിൻ്റെ കഥയാണ് ഈ പാഠഭാഗത്തിൽ കാണാൻ സാധിക്കുക. പ്രകൃതിയിലേക്ക് മനുഷ്യൻ കൊണ്ടുവരുന്ന ചൂഷണം, അവിടെ പ്രകൃതിയുടെ വികൃതിയിൽ ഇല്ലാതെയാകുന്ന മനുഷ്യർ, നമ്മൾ നല്ലതിനെല്ലാം നശിപ്പിക്കും. ഈ പ്രകൃതി നശിക്കാത്ത ഒരിടെങ്കിലും ഭൂമിയിലുണ്ടോ? ഇല്ല. എല്ലാ പ്രകൃതിയിലേക്കും മനുഷ്യൻ കടന്നു കയറുന്നു, പ്രകൃതി നശിപ്പിക്കുന്നു. ഈ വലിയ ചിന്ത ഈ പാഠഭാഗത്തിലും കാണാൻ സാധിക്കും. മനുഷ്യൻ്റെ ആധിപത്യവും അല്ലെ, പ്രകൃതിയിലേക്ക് മനുഷ്യൻ കടന്നു കയറി ആ പ്രകൃതിയെ നശിപ്പിക്കുന്ന മനുഷ്യൻ്റെ ആധിപത്യവും ആർത്തിയും പ്രകൃതിയെയും ജീവജാലങ്ങളെയും ഇല്ലായ്മ ചെയ്യുകയും മലിനപ്പെടുത്തുകയും ചെയ്യുന്നു. പ്രകൃതിയിലേക്ക് മനുഷ്യൻ ഇറങ്ങി ചെല്ലുകയാണ്, പ്രകൃതിയെ നശിപ്പിക്കുകയാണ്. പ്രകൃതിയെ ഇല്ലാതാക്കുന്ന മനുഷ്യൻ്റെ ആർത്തിയെയാണ് ഈ പാഠഭാഗത്തിലൂടെ സാറാ ജോസഫ് നിങ്ങൾക്ക് മുന്നിൽ അടയാളപ്പെടുത്തുന്നത്. പാഠം
മണ്ണിട്ടു നികത്തി വലിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിലൂടെ മനുഷ്യൻ സ്വന്തം ജീവിതത്തിൻ്റെ താളം തെറ്റിക്കുക മാത്രമല്ല ഭൂമിയിലെ സമ്പത്ത് നശിപ്പിക്കുക കൂടി ചെയ്യുന്നു അല്ലേ? ഭൂമിയെ ഇല്ലാതാക്കുന്നു മനുഷ്യൻ. ഈ പ്രകൃതി എന്ന് പറയുന്നത് ഭൂമിയുടെ വരദാനമാണ്. പ്രകൃതി നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനമാണ്. പക്ഷെ ചില മനുഷ്യർ എന്താ ചെയ്യുക മക്കളെ? ഈ JCB കൊണ്ട് മണൽ വാരും, പുഴയിലെ മണൽ വാരും, പുഴ നികത്തും, പിന്നെ വലിയ കെട്ടിടങ്ങൾ പണിയും. അങ്ങനെ പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടാണ് മനുഷ്യർ കടന്നു പോകുന്നത്. നമുക്കിതൊന്നും സ്വന്തമല്ല. നമ്മൾ ഈ ഭൂമിയിൽ കുറച്ച് കാലം ജീവിക്കും, പിന്നെ മരിച്ചു പോകും അല്ലേ? അപ്പം നമ്മളിവിടെ ജീവിക്കുമ്പം ഈ പ്രകൃതിയെല്ലാം ഒന്ന് ആസ്വദിക്കുക. എന്നിട്ട് നമ്മൾ വരുന്ന നമ്മുടെ പിൻതലമുറക്കാർക്ക് ഈ പ്രകൃതി അതേടെ കയ്യിൽ കൊടുക്കുക. അല്ലാതെ പ്രകൃതിയെ മലിനമാക്കാൻ, പ്രകൃതി ഇല്ലാതാക്കാൻ നമുക്കാർക്കും അധികാരമോ അവകാശമോ ഇല്ല എന്നാണ് ഈ പാഠഭാഗം നമ്മോട് പറയുന്നത്. സെറ്റിലടാ. ഇപ്പം നിങ്ങൾ ഈ സിനിമ പാട്ട് കേട്ടിനോ? അക്കാണും മാമലയൊന്നും നമ്മുടതല്ലൻ മകനെ, ഈ കായൽ കയവും കരയും ആരുടെയുമല്ലൻ മകനെ. പുഴുപുലികൾ, പക്കി പരുന്തുകൾ, കടലാനകൾ, കാട്ടുരുവങ്ങൾ, പല കാല പല ദൈവങ്ങൾ, പുലയാടികൾ നമ്മളുമൊപ്പം കലഹിച്ചു മരിക്കുന്നിവിടം ഭൂലോകം തിരുമകനെ, കലഹിച്ചു പൊറുക്കുന്നിവിടം ഇഹലോകം തൻ തിരുമകനെ. താതിന്തൻ തന്താന തന്താന തന്താന. ഈ പാട്ടിന് പറയുന്നുണ്ട് അക്കാണ് മാമലയൊന്നും നമ്മുടേതല്ല, ഈ പ്രകൃതി നമ്മുടേതല്ല. നമ്മൾ കുറച്ചു കാലം ഇവിടെ ജീവിക്കുന്നു, ഇവിടുത്തെ പ്രകൃതി ആസ്വദിക്കുന്നു, ഇനി വരുന്ന തലമുറയ്ക്ക് ഈ പ്രകൃതി കൊടുക്കുന്നു. പക്ഷേ മനുഷ്യൻ പ്രകൃതിക്ക് മുകളിൽ ചെലുത്തുന്ന അതിക്രമങ്ങളും ചൂഷണങ്ങളുമാണ് ഈ പാഠഭാഗത്തിൽ പറയുന്നത്. ഭൂമിയിലെ സമ്പത്ത് നശിപ്പിക്കുക കൂടി ചെയ്യുന്നു. നോവലിലെ പ്രധാന കഥാപാത്രങ്ങളായ ദിനകരൻ, കുഞ്ഞിമാധു എന്നിവർ ജലത്തോടും കൃഷിയോടും ചേർന്ന് ജീവിക്കുന്നവരാണ്. നോവലിൽ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. ഇപ്പം ജലത്തിനോട് ചേർന്ന് ജീവിക്കുന്നവരെ പോലും ചൂഷണം ചെയ്യുന്ന തലമുറ. ദിനകരൻ്റെ സ്വപ്നത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് പാഠഭാഗം ആരംഭിക്കുന്നു. മക്കളെ, ഇവിടെ ആരുടെ സ്വപ്നമാണ് പറയുന്നത്? ദിനകരൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിൻ്റെ സ്വപ്നമാണ് ഈ പാഠഭാഗത്തിൽ ചർച്ചാ വിധേയമാകുന്നത്. പുറം ലോകം എത്ര മാറി മറിഞ്ഞാലും ആരും കടന്നു വരാനില്ലാത്ത ചതുപ്പും കാടും വെള്ളവുമായി കിടക്കുന്ന പ്രദേശത്ത് സമാധാനമായി ജീവിക്കണമെന്നതായിരുന്നു ദിനകരൻ്റെ സ്വപ്നം അല്ലേ? അപ്പോൾ ഒരു സ്വപ്നം ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ഈ പാഠഭാഗത്തിലെ ആരുടെ സ്വപ്നമാണ് മക്കളെ പറയുന്നത്? ദിനകരൻ്റെ സ്വപ്നമാണ് ഈ പാഠഭാഗത്തിൽ പറയുന്നത്. എന്താ സ്വപ്നം? ആരും കടന്നു വരാത്ത, ചൂഷണങ്ങളില്ലാത്ത, മനുഷ്യൻ പ്രകൃതി നശിപ്പിക്കാത്ത ആ ചതുപ്പ് നിറഞ്ഞ വെള്ളത്താൽ ഒറ്റപ്പെട്ട പ്രദേശത്ത് ഒറ്റയ്ക്ക് താമസിക്കണം, സമാധാനത്തിൽ താമസിക്കണമെന്ന ദിനകരൻ്റെ സ്വപ്നമാണ് ഈ പാഠഭാഗത്തിലെ പ്രധാന ആശയം. സെറ്റലടാ. എന്നാൽ ആരും കടന്നു വരില്ലെന്ന് വിശ്വസിച്ചിരുന്ന ചതുപ്പിലും വികസനത്തിൻ്റെ അത്യാഗ്രഹത്തിൻ്റെയും കൈകൾ കടന്നു വരുന്നു. ആരും കടന്നു വരില്ല എന്ന് വിശ്വസിച്ചിരുന്ന ആ ചതുപ്പിലും വിശ്വാസത്തിൻ്റെ അല്ലെങ്കിൽ ചൂഷണത്തിൻ്റെ അതിക്രമം കടന്നു വരികയാണ്. അതോടെ പ്രകൃതിയുടെ താളം തെറ്റുന്നു. നിറഞ്ഞൊഴുകിയ പുഴകളും തണ്ണീർത്തടങ്ങളും വേലികെട്ടിത്തിരിക്കുന്നു. പുഴകളും തണ്ണീർത്തടങ്ങളും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യൻ ആരും വരില്ലെന്നുറപ്പുള്ള സ്ഥലത്ത് പോലും എത്തി പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നു. അതാണ് ഈ പാഠഭാഗം. അതോടെ ജലത്തിന് അതിന് സ്വാഭാവികത നഷ്ടമാകുന്നു. കുഞ്ഞിനാൾ മുതൽ വെള്ളത്തിൻ്റെ ഓരോ ചലനവും ജീവവായു പോലെ അറിയാവുന്ന കുഞ്ഞി മത്തൊമ്മ എന്ന കഥാപാത്രം വെള്ളത്തിൻ്റെ ഏറ്റിറക്കങ്ങൾ തെറ്റിയത് വിഷമിക്കുന്നു. കുഞ്ഞി മത്തൊമ്മ എന്ന് പറഞ്ഞ കഥാപാത്രമുണ്ട്. കുഞ്ഞിനാൾ മുതൽ ജലത്തിൻ്റെ ഓരോ വേലിയിറക്കവും വേലികയറ്റവും അറിഞ്ഞ കുഞ്ഞിമാത്തും എന്ന കഥാപാത്രം ഇവിടെ ചൂഷണ വിധേയമാകുന്നു. പ്രകൃതി നശിപ്പിക്കപ്പെട്ടതിനെ ഓർത്ത് സങ്കടപ്പെടുന്ന കഥാപാത്രം ഇവരും മാറുന്നു. അവർ വെള്ളത്തിൽ തന്നെ ഇരിക്കുന്നു. വേലിയേറ്റം കണ്ടിട്ടേ വെള്ളത്തിൽ നിന്ന് മടങ്ങി വരുന്നുള്ളൂ എന്ന് പറയുന്നു. വേലിയേറ്റം വെച്ചാൽ വെള്ളം കയറി വരിക, ഇറങ്ങിപ്പോയ വെള്ളം കയറി വരുന്നില്ല. ആ വെള്ളം കയറി വന്ന സുന്ദരമായ കാഴ്ച കണ്ടാലേ താൻ അവിടെ നിന്ന് എണീച്ച് പോകുന്നു പറയുന്ന കഥാപാത്രമായി കുഞ്ഞിമാത്തുമ്മ മാറുന്നു. അവരെ പിന്തിരിപ്പിക്കാൻ പല ശ്രമങ്ങൾ നടക്കുന്നുവെങ്കിലും ഒന്നും ഫലം കാണുന്നില്ല. ആ സ്ത്രീയെ പിന്തിരിപ്പിക്കാൻ പല ശ്രമങ്ങൾ നടന്നു, പക്ഷേ ഫലം കാണുന്നില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പാഠത്തിന് മുന്നേ ഈ ആശയം പറഞ്ഞത് തന്നെ മക്കൾക്ക് ഈ പാഠം കൃത്യമായെന്ന് മനസ്സിൽ വരാൻ വേണ്ടിയാണ്. ഇപ്പോൾ സെറ്റായില്ലേ? ആരുടെ സ്വപ്നമാണ് ഒരു സ്വപ്നം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്? ദിനകരൻ്റെ സ്വപ്നം. ആരും ചെന്നെത്തിപ്പെടാത്ത സ്ഥലത്ത് ഒറ്റപ്പെട്ട് ജീവിക്കുക, ആ ജലം നിറഞ്ഞ ആ ചതുപ്പുകളിൽ ആരും മനുഷ്യനെത്തിപ്പെടാത്ത സ്ഥലത്ത് ആനന്ദത്തോടെ സമാധാനത്തോടെ ജീവിക്കുക എന്നതായിരുന്നു ഒരു സ്വപ്നം. ആരുടെ സ്വപ്നം? ദിനകരൻ്റെ ഒരു സ്വപ്നം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. കുഞ്ഞിമാത്തുമ്മ വേലിയിറക്കം കഴിഞ്ഞ് വേലിയേറ്റം വന്ന വെള്ളം കണ്ടിട്ട് തിരിച്ചു പോകുന്നു പറയുന്നു. അത്തരത്തിൽ പ്രകൃതി ചൂഷണപ്പെട്ട വിവരം അറിഞ്ഞ് സങ്കടപ്പെടുന്ന കഥാപാത്രമായി കുഞ്ഞുമാത്തുമ്മയും മാറുന്നു. ഒരു തരത്തിൽ ഈ പാഠഭാഗം ചർച്ച ചെയ്യുന്നത് എന്താണ് മക്കളെ? പ്രകൃതിയുടെ മുകളിൽ മനുഷ്യൻ നടത്തിയ ചൂഷണങ്ങളിൽ ഇല്ലായ്മയായിപ്പെടുന്ന വേദനിക്കുന്ന ഒരു പറ്റ മനുഷ്യന്മാരുടെ കഥയാണ് ഏത്? ഒരു സ്വപ്നമുണ്ടായിരുന്നു എന്ന് പറയുന്ന കഥ. സെറ്റല്ലേ? ഇനി നമുക്ക് പാഠഭാഗത്തിൽ കടക്കാൻ പോവുകയാണ്. സാറ് ഡീറ്റെയിൽ ആയി എടുത്തു തരുന്നത് ഇത്ര മാത്രമാണ്, കാരണം നിങ്ങൾക്ക് എക്സാമിന് മാർക്ക് കുറയരുത്.
സാർ ഈ പാഠം അത്രയും ഡീറ്റെയിൽ എടുത്തിരുന്നത് നിങ്ങൾക്ക് എക്സാമിന് മാർക്ക് കുറയാൻ പാടില്ല. കാരണം ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്ററാണ്. പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഇതിൽ നിന്നും പ്രതീക്ഷിക്കാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ പോകും നമ്മുടെ പാഠഭാഗത്തിലേക്ക്. ഇപ്പോൾ തുടക്കം തന്നെ JCBയുടെ ഈ മനോഹരമായ ചിത്രം കാണാം അല്ലേ? മനോഹരം എന്ന് സാറ് പറഞ്ഞേ, ഈ JCB ഇങ്ങനെ എടുത്തുയർത്തിയാണ്. ഏതിനാ? നമ്മുടെ പ്രകൃതി JCB ഇങ്ങനെ എടുത്തുയർത്തി കളയാണ്. ഭൂമിയെ തന്നെ കുഴിമാടം തോണ്ടുന്ന, ഭൂമിയെ തന്നെ തോണ്ടിയെടുക്കുന്ന JCB സംസ്കാരം അല്ലേ? നമുക്കെന്ത് പറയാം? JCB സംസ്കാരം എന്ന് പറയാം. JCB സംസ്കാരം. കാരണം എന്താ? ഭൂമിയെ തന്നെ ഇല്ലായ്മ ചെയ്യുന്ന പുതിയ കാലത്തിൻ്റെ യന്ത്രവൽകൃത ലോകത്തിൽ ഭൂമിയെ തോണ്ടിയെടുക്കുകയാണ് JCB. ദിനകരന് ഒരു സ്വപ്നമുണ്ടായിരുന്നു. മക്കളെ, നമ്മൾ ആദ്യം തന്നെ പഠിച്ചത് എന്താ സ്വപ്നം? ദിനകരന് ആരുമില്ലാത്ത, പുറലോകം ഇവിടെ ഉണ്ട് എന്ന് പോലും തോന്നാത്ത ഒരു ചതുപ്പിലൊരു പ്രദേശത്ത് ജീവിക്കണം എന്നതായിരുന്നു ദിനകരൻ്റെ സ്വപ്നം. ദിനകരന് ഒരു സ്വപ്നമുണ്ടായിരുന്നു. പുറലോകം എങ്ങനെയൊക്കെ മാറി മറിഞ്ഞാലും ആരും കൈനീട്ടി തൊടാനിടയില്ലാത്ത ചതുപ്പും കാടും വെള്ളവുമായി കിടക്കുന്ന ദേശത്ത് കൃഷി ചെയ്തും മീൻ പിടിച്ചും കക്ക വാരിയുമൊക്കെ സമാധാനമായിട്ട് ജീവിക്കുക എന്ന സ്വപ്നം. അല്ല മക്കളെ, ദിനകരന് ഒരു സ്വപ്നമുണ്ടായിരുന്നു. എന്താണ് സ്വപ്നം? ആരും കടന്നു വരാനില്ലാത്ത, ആരുടെയും കരസ്പർശം ഏൽക്കാത്ത, മലിനമാകാത്ത ഒരു ഭൂമിയിൽ, ഒരു പ്രദേശത്ത് സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കുക എന്നതായിരുന്നു ദിനകരൻ്റെ സ്വപ്നം. പുറം ലോകം എങ്ങനെയൊക്കെ മാറി മറിഞ്ഞാലും ആരും കൈനീട്ടി തൊടാനിടയില്ലാത്ത ചതുപ്പും കാടും വെള്ളവുമായി കിടക്കുന്ന ദേശത്ത് കൃഷി ചെയ്തും മീൻ പിടിച്ചും കക്ക വാരിയുമൊക്കെ സമാധാനമായിട്ട് ജീവിക്കുക എന്നതാണ് ദിനകരൻ്റെ സ്വപ്നം. കക്ക വെച്ചാൽ ചെറിയ ജീവികൾ, നമ്മൾ ഈ കല്ലുമ്മക്കായിന് ചെറുതാട്ടെ കക്ക എന്ന് പറയുന്നത്. അപ്പം പുറം ലോകം കണ്ടെത്താത്ത, ആരും എത്തപ്പെടാത്ത സ്ഥലത്ത് മീൻ പിടിച്ചും കക്കവാരിയും സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുക എന്നതായിരുന്നു ദിനകരൻ്റെ സ്വപ്നം എന്ന് പറയുന്നത്. ദിനകരന് മാത്രമല്ല, ആദിയിൽ അധികം പേർക്കും അതുതന്നെയാണ് ആഗ്രഹം. അപ്പം ആദി എന്ന് പറയുന്ന സ്ഥലത്ത് ദിനകരൻ്റെ മാത്രം സ്വപ്നമായിരുന്നില്ല, അവിടുത്തെ ഒരുപാട് ആൾക്കാരുടെ സ്വപ്നമായിരുന്നു. പുറമെ നിന്നും ആരും എത്തിപ്പെടാത്ത സ്ഥലത്ത് സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കുവാൻ കഴിയുക എന്ന സ്വപ്നം. ദിനകരന് മാത്രമല്ല, ആദിയിൽ അധിക പേർക്കും അതുതന്നെയാണ് ആഗ്രഹം, സമാധാനത്തോടെ കഴിയുക. സമാധാനം, ഒഴുക്കും തണുപ്പും നിശബ്ദതയും അവരെ പഠിപ്പിച്ചത് അതാണ് അല്ലേ? സമാധാനമാണ് ആദിയിലെ ആൾക്കാരോട് ഏറ്റവും വലിയ കാര്യം. സമാധാനം. ആ ആദി എന്ന് പറയുന്ന സ്ഥലം അവിടുത്തെ ആൾക്കാരെ പഠിപ്പിച്ചത് എന്താണ് മക്കളെ? സമാധാനമാണ്. ആരെയും ഉപദ്രവിക്കാതെ, പ്രകൃതിയുടെ മുകളിൽ കടന്നു ചെല്ലാതെ പ്രകൃതിയിൽ സമാധാനമായി ജീവിക്കാൻ കഴിയുക എന്നതായിരുന്നു ആദി എന്ന് പറയുന്ന സ്ഥലം അവിടുത്തെ മനുഷ്യന്മാരെ പഠിപ്പിച്ച ഏറ്റവും വലിയ കാര്യം. ഒഴുക്കും തണുപ്പും നിശബ്ദതയും അവരെ പഠിപ്പിച്ചത് അതാണ്. അത് നിലനിൽക്കണമെന്ന് ദിനകരൻ ആഗ്രഹിച്ചു. അപ്പം സമാധാനത്തിൽ ജീവിക്കുക, അതായിരുന്നു ദിനകരൻ്റെ ആഗ്രഹം. അല്ല മക്കളെ? അല്ലേ? സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ കാര്യം ലോകത്തെ. അല്ല മക്കളെ? നമ്മൾ എന്തൊക്കെ കാര്യം ചെയ്താലും സമാധാനമില്ലെങ്കിൽ വല്ല സംഭവം ഉണ്ടാണ് മക്കളെ. അല്ലേ? സാറേ, ഞാൻ എന്തൊക്കെ കാര്യം ചെയ്തു, പക്ഷേ എനിക്കൊരു സമാധാനവും ഇല്ല എന്ന് പറയുന്ന ആൾക്കാരെ കേട്ടിട്ട് നിങ്ങൾ. ഇപ്പം സമാധാനത്തിൽ ഭൂമിയിൽ ജീവിക്കാൻ കഴിയുക, അതാണ് ഏറ്റവും മഹനീയമായ കാര്യം എന്ന് പറയുകയാണ് ദിനകരനും ആദി എന്ന് പറയുന്ന സ്ഥലവും. അതാണ് സമാധാനത്തിൽ കഴിയുക എന്നതാണ് ആദി എന്ന് പറയുന്ന സ്ഥലം, ആ ഗ്രാമപ്രദേശം, അവിടുത്തെ മനുഷ്യന്മാരെ പഠിപ്പിച്ച ഏറ്റവും വലിയ കാര്യം. പുറം ലോകം പക്ഷേ സ്വയം മാറി മറിയുക മാത്രമല്ല, കൈനീട്ടുക കൂടിയാണ്. എന്തും വേരോടെ പറിച്ചെടുക്കാൻ ശേഷിയുള്ള ഉരുക്കു കൈകൾ കൊണ്ട് പുറം ലോകം കൊച്ചു പ്രദേശങ്ങളെ കോരിമാറ്റിക്കളയുന്നു. മക്കളെ, ഈ വരി അണ്ടർലൈൻ ചെയ്ത് പഠിക്കണം കേട്ടോ. എന്താണ്? പുറം ലോകം പക്ഷേ സ്വയം മാറി മറിയുക മാത്രമല്ല, കൈ നീട്ടുക കൂടിയാണ്. മക്കളെ, എന്താണ് കൈ നീട്ടുന്നത്? നമ്മൾ JCBൻ്റെ കൈ അല്ലേ? JCB, നിങ്ങൾ JCB കണ്ടിട്ടുണ്ടോ മക്കളെ? ഓക്കെ, ഇതൊരു JCB പോലെയല്ല സാറ് വരച്ചതേ ഉള്ളൂ. ഓക്കെ, കൈ നീട്ടുക എന്ന് പറഞ്ഞാൽ JCB ആണ് ഉദ്ദേശിക്കുന്നത്. മണ്ണുമാന്തി യന്ത്രം. നമ്മൾ പ്രകൃതിയിലേക്ക് മണ്ണുമാന്തി യന്ത്രം കടന്നു വരുന്നു, കുന്നിടിക്കുന്നു, വനം നശിപ്പിക്കുന്നു, മണ്ണുമാരുന്നു അല്ലേ? ഇത്തരത്തിൽ JCBയുടെ മണ്ണുമാന്തി യന്ത്രത്തിൻ്റെ ഉരുക്കുകൈകൾ വന്ന് ഭൂമി ഇങ്ങനെ കോരിയെടുക്കുകയാണ്, തോണ്ടിയെടുക്കുകയാണ്. ഭൂമിയുടെ കുഴിമാടം ഇങ്ങനെ തോണ്ടിയെടുക്കുകയാണ്. ഇന്നത്തെ കാലത്ത് ഭൂമിയെ വെട്ടി വീസാക്കുന്ന, ഭൂമിയെ പൊളിച്ചെടുക്കുന്ന യന്ത്ര സംസ്കാരത്തെക്കുറിച്ച് എഴുത്തുകാരൻ ഇവിടെ പറയുകയാണ്. അതിവേഗം ദുർമേധസ് പെരുകുന്ന, എന്തു തിന്നാലും വിശപ്പടങ്ങാത്ത മഹാരോഗിയെ പോലെയാണ് പുറംലോകം അല്ലേ? എന്ത് തിന്നാലും വിശപ്പടങ്ങാത്ത മഹാരോഗി പോലെയാണ് പുറംലോകം. ചിലപ്പോൾ ചോദ്യം വരാം, ഈ വാക്യത്തെ വ്യക്തമാക്കുക. എന്താ ഈ വാക്യം വ്യക്തമാക്കുന്നത്? എന്ത് തിന്നാലും വിശപ്പടങ്ങാത്ത മഹാരോഗിയെ പോലെയാണ് പുറംലോകം. പ്രകൃതി എത്ര ചൂഷണം ചെയ്താലും അതിൽ മതി വരാത്ത, അതിലൊരു തൃപ്തിയും വരാത്ത ഒരു ലോകം. പ്രകൃതിയെ തന്നെ ഇല്ലാതാക്കുന്ന ആധുനിക നഗര സംസ്കാരത്തെ മക്കൾ ഇവിടെ പ്രകടമാക്കുന്നുണ്ട്.
അതിൻ്റെ വായിൽ എന്തും കൊള്ളും അല്ലേ. ഭൂമിയെ ഇല്ലാതാക്കുന്ന കുഞ്ഞുമക്കളെ, ഭൂമിയെ ഇല്ലാതാക്കുന്നില്ലേ, പ്രകൃതി ഇല്ലാതാക്കുന്നില്ലേ JCB ഒക്കെ വന്നിട്ട്. അപ്പോൾ JCBൻ്റെ വായിൽ നഗര സംസ്കാരത്തിൻ്റെ പുറലോകത്തെ ടൗണിലെ മനുഷ്യന്മാരുടെ ആഗ്രഹത്തിൽ എന്തും കൊള്ളുമെന്നാണ് പറയണേ. കുന്നും മലയും കാടും പുഴയും വയലും ചതുപ്പും ഒക്കെ അത് വെട്ടി വിഴുങ്ങും, എന്നിട്ട് മഹാനഗരങ്ങളെ വിസർജിച്ചു വയ്ക്കും അല്ലേ. ഇതിലെന്താ പറയണേ, നഗര സംസ്കാരം, ടൗൺഷിപ്പാ പറയണേ. വലിയ നഗരത്തിലുള്ള പട്ടണത്തിലുള്ള ആൾക്കാർ വന്നിട്ട് എന്താ ചെയ്യുക കുഞ്ഞുമക്കളെ, ഈ JCB കൊണ്ട് ഈ നാടിൻ്റെ ഈ നാട്ടുകാരുടെ ഈ ഗ്രാമത്തിൻ്റെ കുന്നും വയലും മലയിടങ്ങളും എല്ലാം തന്നെ വാരിക്കോരി നശിപ്പിക്കുകയാണ്. എന്നിട്ട് അവിടെ എന്തായി മാറ്റും, ഈ ഗ്രാമങ്ങളെല്ലാം തന്നെ ഇല്ലാതാക്കി, ഈ കാടുകളെയും നാടുകളെയും ഇല്ലാതാക്കി വലിയ നഗരങ്ങളാക്കി മാറ്റും, മഹാനഗരങ്ങളാക്കി മാറ്റും. ഈ JCBയുടെ തുമ്പിക്കൈ വെച്ച്, ഉരുക്ക് കൈ വെച്ച് ഗ്രാമീണ ഇടങ്ങളെ മണ്ണുമാന്ത്രി യന്ത്രം കൊണ്ട് തോണ്ടിയെടുത്ത് അവിടെ എന്താക്കി മാറ്റുന്നു, ആധുനിക മനുഷ്യൻ മഹാനഗരങ്ങളാക്കി മാറ്റുന്നു അല്ലേ. എന്താക്കി മാറ്റുന്ന മക്കളെ, മഹാനഗരമാക്കി മാറ്റുകയാണ്. ഈ സംസ്കാരത്തെയാണ് എഴുത്തുകാരി ഈ കൃതിയിലൂടെ എതിർക്കുന്നത്. മണ്ണിൽ പണിയെടുക്കുമ്പോൾ ദിനകരൻ സത്യമാണ് തേടിയത്. ദിനകരൻ സത്യത്തെയാണ് തേടിപ്പോകുന്നത് മണ്ണിൽ പണിയെടുക്കുമ്പോൾ. മണ്ണും വെള്ളവും വെയിലും വിയർപ്പും കൂടിയാണ് വിത്തിനെ മുളപ്പിക്കുന്നത് അല്ലേ. മണ്ണും വെള്ളവും വെയിലും വിയർപ്പും ഒക്കെ കൂടിയാണ് ഒരു വിത്തിനെ മുളപ്പിച്ചത്. അപ്പോൾ കർഷകൻ്റെ അധ്വാനമാണ്, കർഷകൻ്റെ കാത്തിരിപ്പാണ് ഒരു വിത്ത് മുളച്ച് ഒരു ചെടിയായി മാറുക എന്ന് പറയുന്നത്. അതിനെപ്പോലും ഒരു ദയയും കൂടാതെ പിഴുതെറിയുന്ന ആധുനിക യന്ത്രവൽകൃത സമൂഹത്തെ എഴുത്തുകാരി ഇവിടെ അടയാളപ്പെടുത്തുന്നു. മണ്ണിൽ ഒരു വിത്തിട്ടാൽ അത് മുളയ്ക്കുന്നു. ലളിതമായ സത്യം. 100 മേനി വിളിക്കുന്നവനാണ് കൃഷിക്കാരൻ. ദിനകരൻ എന്നും കൃഷിക്കാരൻ അവൻ ആഗ്രഹിച്ചു, അതേ അവൻ അറിയൂ അല്ലേ. 100 മേനി വിതയ്ക്കുന്നവനാണ് കൃഷിക്കാരൻ എന്ന് പറയുന്നത്. ദിനകരൻ എപ്പോഴും ഇത്തരത്തിലൊരു കാർഷിക രീതിയിൽ തന്നെ അടയാളപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന എഴുത്തുകാരനാണ്. ദിനകരൻ പറയാണ് 100 മേനി വിളിക്കുന്നവനാണ് കൃഷിക്കാരൻ എന്ന്. പക്ഷേ ഈ കൃഷിക്കാരനായ ദിനകരൻ്റെ സ്വപ്നം നടക്കാതെ പോകുന്നു. ഇവിടെ മനുഷ്യൻ തൻ്റെ അതിക്രമത്തിൽ കടന്നുകയറ്റത്തിൽ പ്രകൃതിയെപ്പോലും തകൃതിയായി ഇല്ലാതാക്കുന്ന സത്യം ദിനകരൻ ഓർത്തു പോകുന്നില്ല. സത്യത്തിലേക്കുള്ള വഴി ഏതാണ്, കുട്ടികൾ ചോദിക്കുന്നു. മണ്ണ്, വെള്ളം, വെയില്, വിയർപ്പ്, വിത്ത് ദിനകരൻ പഠിപ്പിക്കുന്നു. അപ്പോൾ നമ്മുടെ പ്രകൃതിയാണ് സത്യം അല്ലേ, ബാക്കിയെല്ലാം അസത്യങ്ങളാണ്. പ്രകൃതി എപ്പോഴും നിലനിൽക്കുന്നു. പക്ഷേ മനുഷ്യൻ തൻ്റെ സ്വാർത്ഥത കൊണ്ട് പ്രകൃതി എന്താണ് മക്കളെ ചെയ്യുന്നേ, ഇല്ലാതാക്കുന്നു. പുഴ മലിനീകരണം, മണ്ണു മലിനീകരണം, വായു മലിനീകരണം അല്ലേ, എന്തൊക്കെ മലിനീകരണങ്ങളാണ് നടക്കുന്നത്, അന്തരീക്ഷ മലിനീകരണങ്ങൾ. ഇത്തരത്തിന് മനുഷ്യൻ എല്ലാത്തിനും മുകളിൽ കടന്നു കയറി പ്രകൃതിയെ തന്നെ മൊത്തത്തിൽ അപകടപ്പെടുത്തുന്ന അവസ്ഥയാണ് ഈ പാഠഭാഗത്തിൽ വ്യക്തമാക്കുന്നത്. ഇപ്പോൾ ദിനകരൻ പറയാണ്, മണ്ണ്, വെള്ളം, വെയിൽ, വിയർപ്പ്, വിത്ത് ഇതൊക്കെയാണ് സത്യം, പ്രകൃതിയാണ് സത്യം എന്ന തിരിച്ചറിവാണ് ദിനകരനുള്ളത്. ഇപ്പോൾ വഴികൾ അടഞ്ഞ് ഉത്തരം മുട്ടി ദിനകരൻ നിൽക്കുന്നു അല്ലേ. ദിനകരൻ ഇപ്പോൾ ഉത്തരമില്ല. കാരണം എന്താണ്, മനുഷ്യൻ പ്രകൃതിയെ തന്നെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അമ്മ അവസാനത്തെ പിടി നെല്ലും പഴുങ്ങിയുണക്കി കുത്തും, ചോറ് വയ്ക്കും, അതും തീരും അല്ലേ. ഇന്ന് കൃഷിയില്ല, അവസാനത്തെ നെല്ല് കൂടി അമ്മ ഇവിടെ കുത്തിയൊരുക്കി കഞ്ഞിയാക്കി മാറ്റിയാൽ പിന്നെ ചോറ് വെച്ചാൽ പിന്നെ വേറൊരു നെല്ലില്ല. കാർഷിക സംസ്കാരത്തെ ഇല്ലാതാക്കുന്നു മനുഷ്യൻ. അതാണ് ഈ വരിയിലൂടെ പറയുന്നത്. നമ്മുടെ നാടും വീടും വയലും കൃഷിയും എല്ലാം തന്നെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യൻ നല്ലതിനെയെല്ലാം മക്കളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ മക്കൾ ഈ പാഠം പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ പോയിന്റ് എന്ന് പറയുന്നത്, ഇന്നത്തെ കാലത്ത് JCBയുടെ തുമ്പിക്കൈ വെച്ചിട്ടാണ് മനുഷ്യൻ പ്രകൃതിയെ എന്ത് ചെയ്യുന്നത് മക്കളെ, തോണ്ടിയെടുക്കുന്നത് അല്ലേ. ഒരു വിത്ത് നട്ടാൽ അത് മുളക്കാൻ സമയം എടുക്കുന്നതിന് മുന്നേ അത് തോണ്ടിയെടുക്കും. വയലകൾ, കുന്നിടങ്ങൾ, കളിസ്ഥലങ്ങൾ, കൃഷിസ്ഥലങ്ങളെല്ലാം തന്നെ ഇന്ന് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ കാലത്ത് മനുഷ്യൻ്റെ സ്വാർത്ഥത നിറഞ്ഞ സമീപനങ്ങളെ, പ്രകൃതിയെ നശിപ്പിക്കുന്ന ആ ഒരു സ്വഭാവത്തെയെല്ലാം തന്നെ എഴുത്തുകാരി സാറാ ജോസഫ് ഇവിടെ അടയാളപ്പെടുത്തുകയാണ്. ദിനകര ഏതാണ്ടൊരു നിലവിളി പോലെ ദേവകി വിളിച്ചു. കിതച്ചുകൊണ്ട് അവൾ ദിനകരൻ്റെ മുന്നിൽ നിന്നു. എന്താ ദേവോ? അമ്മ അടുക്കളയിൽ നിന്ന് എത്തി നോക്കി. കുഞ്ഞിമാധു. ദേവകി കരഞ്ഞു. എന്തേ കുഞ്ഞിമാധുവിന്? അവൾ വെള്ളത്തീന്ന് കയറണില്ലേ? എൻ്റെ കൂടെ ഒന്ന് വായോ മോനെ. ദേവകി തിരിച്ചോടി. വേഗം വായോ. ഓടുന്നതിനിടയിൽ അവൾ വിളിച്ചു പറഞ്ഞു, ഒന്ന് ചെന്ന് നോക്ക്. അമ്മയ്ക്ക് പരിഭ്രമമായി. എന്തെങ്കിലും കുഴപ്പമില്ലാതെ ദേവകി ഇങ്ങനെ കൂകി വിളിച്ച് വരില്ല.
വെള്ളത്തിൽ നിന്ന് കയറി നിൽക്കുന്ന എന്ന് വെച്ചാൽ അമ്മയ്ക്കത് വിചിത്രമായി തോന്നിയല്ലേ. കുഞ്ഞിമാധു വെള്ളത്തിൽ നിന്ന് കയറി വരുന്നില്ല. കുഞ്ഞിമാധു ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലേ. ദേവകി ഓടുന്നത് കുഞ്ഞിമാത്തമ്മയുടെ വീട്ടിലേക്കാവുമെന്ന് ദിനകരൻ വിചാരിച്ചത്. പക്ഷേ വയലുകളും വരമ്പുകളും കടന്ന് മുട്ടോളം മുങ്ങിയ ചളിയിലും ചതുപ്പിലും ചവിട്ടി നീളൻ പുല്ലുകളും കുറ്റിച്ചെടികളും വകഞ്ഞു മാറ്റി ദേവകി ഗണേശ സുബ്രഹ്മണ്യത്തിൻ്റെ സ്ഥലത്തേക്ക് കയറിപ്പോന്ന് കണ്ടപ്പോൾ അയാൾക്ക് അസ്വസ്ഥത തോന്നി. അപ്പം ദേവകി ഈ വെള്ളത്തിലേക്ക് ഓടിപ്പോവുകയാണ്. എങ്ങനെ ഓടിപ്പോന്നേ? വയലുകളും വരമ്പുകളും കടന്ന് മുട്ടോളം മുങ്ങിയ ചളിയിലും ചതുപ്പിലും ചവിട്ടി നീളൻ പുല്ലുകളും കുറ്റിച്ചെടികളും വകഞ്ഞു മാറ്റി ദേവകി ഗണേശ സുബ്രഹ്മണ്യത്തിൻ്റെ സ്ഥലത്തേക്ക് കയറിപ്പോകുന്നത് കണ്ടപ്പോൾ ആർക്ക് അസ്വസ്ഥത തോന്നി? നമ്മുടെ ദിനകരന് അസ്വസ്ഥത തോന്നി. എന്തിനേക്കാണ് ഇവർ ഓടിപ്പോകുന്നത് ദിനകരൻ ചിന്തിച്ചു. ആരും ഇപ്പോൾ ഈ ഭാഗത്തേക്ക് വരാറില്ല, ആ ഭാഗത്തേക്ക് ആരും പോകാറില്ല. മണ്ണിട്ട് നശിപ്പിച്ച തണ്ണീർത്തടത്തിനു മീതെ പലമാതിരി സൗധങ്ങളുടെ അസ്ഥിവാരങ്ങൾ ഉയരുന്നുണ്ട്. മക്കളെ അണ്ടർലൈൻ ചെയ്ത് പഠിക്കണം കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. ആരും ഇപ്പോൾ ഈ ഭാഗത്തേക്ക് വരാറില്ല. ഏത് ഭാഗത്തേക്ക്? മണ്ണിട്ടു നശിപ്പിച്ച തണ്ണീർത്തടത്തിനു മീതെ പലമാതിരി സൗധങ്ങളുടെ അസ്ഥിവാരങ്ങൾ ഉയരുന്നുണ്ട് അല്ലേ. പലമാതിരി സൗധങ്ങൾ, കെട്ടിടം അല്ലേ, കെട്ടിടം ഉയർന്നപ്പോൾ പ്രകൃതി തന്നെ കെട്ടിടത്തിൻ്റെ അടിയിലായിപ്പോയി. പ്രകൃതിയെ നുറുക്കിക്കളയുന്ന കെട്ടിട സംസ്കാരം, ആധുനിക നഗരവൽക്കരണ സംസ്കാരത്തെ ഇവിടെ പ്രകടമായി എഴുത്തുകാർ വിമർശിക്കുകയാണ്. മക്കളെ വിമർശിക്കുകയാണ്. കുഞ്ഞുമക്കൾ മനസ്സിലാവുന്നുണ്ടോ? അതായത് ഇവർ എടുത്തേക്ക് ഓടിയത് ഈ ഒരു പ്രകൃതിയെ ഇല്ലാതാക്കിയ, ആ ചതുപ്പിനെ ഇല്ലാതാക്കിയ കെട്ടിടങ്ങളുടെ അവശിഷ്ടമുള്ള സ്ഥലത്തേക്കാണ് ഓടിപ്പോകും ദിനകരനും കുഞ്ഞുമാത്തോമ്മയും. വെള്ളത്തിൽ വരച്ച വര പോലെയല്ല മണ്ണിൽ വരയ്ക്കുന്ന വരകൾ. ദൃഢമായതും സുനിശ്ചിതവുമായ അതിരുകൾ, കൃത്യമായി അളന്നു തിരിച്ച്, ചിലതിന് കമ്പിവേലി, ചിലതിന് മതിൽക്കെട്ട്. മണ്ണിനടിയിൽ കുഴിച്ചു മൂടപ്പെട്ടത് ദേശത്തിന് മുഴുവൻ അന്നം തന്നിരുന്ന തണ്ണീർത്തടമാണ്. തണ്ണീർത്തടം, ഒരു ജലാശയത്തിന് മുകളിൽ കെട്ടിടമുയരുന്നു. ഒരു ജലാശയം ഇല്ലാതാക്കി കഴിഞ്ഞിരുന്നു അല്ലേ. ആദ്യം എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു ജലാശയത്തെ, ഒരു തണ്ണീർത്തടത്തെ പൂർണ്ണമായും മക്കളെ ഇല്ലാതാക്കിയിരിക്കുന്നു മനുഷ്യൻ. ദുഷ്ടരായ, ചതിയരായ, വഞ്ചകരായ മനുഷ്യർ പ്രകൃതിയെ ഇല്ലാതാക്കി. ആദ്യം എന്ന് പറയുന്ന സുന്ദരമായ ആ പച്ചപ്പ് നിറഞ്ഞ, ആ പ്രകൃതി ഭംഗി നിറഞ്ഞ സ്ഥലത്തെ ആ തണ്ണീർത്തടത്തിന് മുകളിൽ കെട്ടിടാവശിഷ്ടങ്ങൾ, വലിയ കൂറ്റൻ കെട്ടിടങ്ങൾ വന്ന് ഒരു തണ്ണീർത്തടം, ജലാശയം മുഴുവനുമായും ഇല്ലാതായിരിക്കുന്നു എന്ന് ഇവിടെ കാണാം. ആഴമേറിയ സ്നേഹത്തിൻ്റെ ഉടമ്പടിയിലായിരുന്നു അവരും ആ തടാകവും അല്ലെ. കുഞ്ഞുമാത്തമ്മയും ആ തടാകവും ഒരു ആഴമേറിയ സ്നേഹത്തിലായിരുന്നു. ആ തടാകവും കുഞ്ഞുമാത്തമ്മയും അല്ലേ ആഴമേറിയ സ്നേഹത്തിൻ്റെ ഉടമ്പടിയിലായിരുന്നു അവരും. കുഞ്ഞുമാത്തമ്മയും ആ തടാകവും. ആ തടാകത്തെ പോലും മനുഷ്യൻ എന്താക്കിയിരിക്കുന്നു മക്കളെ? നശിപ്പിച്ചിരിക്കുന്നു. അവർ മാത്രമല്ല, മീനുകളും തവളകളും ഞണ്ടുകളും കക്കകളും പക്ഷികളും ശലഭങ്ങളും ഇഴജന്തുക്കളും പുല്ലും ചെടിയും കണ്ടലുമൊക്കെ ആ ജല ഉടമ്പടിയിൽ ഒപ്പിട്ടവരാണ് അല്ലേ. കുഞ്ഞുമാത്തമ്മ മാത്രമല്ല ആ തണ്ണീർത്തടവുമായിട്ട് ബന്ധമുള്ളത്, മറിച്ച് എന്താണ്? മീനുകളുണ്ട്, തവളകൾ, ഞണ്ടുകൾ, കക്ക, പക്ഷികൾ, ശലഭങ്ങൾ, ഇഴജന്തുക്കൾ, പുല്ലും ചെടിയും കണ്ടലുമൊക്കെ ആ പ്രദേശവുമായി, ആ തണ്ണീർത്തടവുമായി ഒട്ടനവധി ബന്ധമുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ആ തണ്ണീർത്തടത്തെ ഒരു ദയയും കൂടാതെ, ഒരു മനുഷ്യപ്പറ്റും കൂടാതെ നശിപ്പിച്ചിരിക്കുന്നു മനുഷ്യൻ. ആദ്യം എന്ന് പറയുന്ന സ്ഥലത്തെ, ആ ജലാശയത്തെ, ആ തണ്ണീർത്തടത്തിൽ ഇല്ലാതാക്കിയിരിക്കുന്നു. കേവലം കുഞ്ഞുമാത്തുമ്മ മാത്രമായിട്ടുള്ള ബന്ധമല്ല ആ തണ്ണീർത്തടത്തിന്, മറിച്ചാൽ പക്ഷികൾ, മീനുകൾ, മറ്റ് ഞണ്ടുകൾ, കക്കകൾ, പിന്നെന്താണ് തവളകൾ, ഇഴജന്തുക്കൾ, പുല്ലും ചെടിയും കണ്ടലും ഒക്കെ ആ ജലാശയവുമായി തണ്ണീർത്തടമായി ബന്ധമുണ്ടായിരുന്നു. പക്ഷേ മനുഷ്യൻ അതിനെയൊക്കെ ഒരു ദയം കൂടാതെ നശിപ്പിച്ചിരിക്കുന്നു. നീ ഞങ്ങൾക്ക് വെള്ളവും ഉപജീവനം തരും, ഞങ്ങൾ നിന്നിൽ വേല ചെയ്യുകയും നിന്നെ പരിപാലിക്കുകയും ചെയ്യും. ഉടമ്പടി ലംഘിച്ചവൻ്റെ കുറ്റബോധത്തോടെയും ആത്മനിന്ദത്തോടെയും ദിനകരൻ നിൽക്കുന്നു. ദിനകരന് കുറ്റബോധമാണ്. ഈ തണ്ണീർത്തടത്തെ താൻ സംരക്ഷിക്കുമെന്നും വെള്ളവും ഉപജീവനം തരുമെന്ന് പറഞ്ഞ ആ തണ്ണീർത്തടത്തെ മനുഷ്യൻ നശിപ്പിച്ചിരിക്കുന്നു. ആ ഒരു കുറ്റബോധം, സങ്കടം ദിനകരനുണ്ട്. കാരണം ദിനകരൻ്റെ സ്വപ്നമായിരുന്നു മനുഷ്യൻ ചെന്നെത്തിപ്പെടാത്ത സ്ഥലത്ത് ജീവിക്കണമെന്നത്. പക്ഷേ അവിടെ വരെ മനുഷ്യനെത്തി ആ പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മക്കളെ. അതാണ് ഈ പാഠഭാഗം നമ്മോട് പറഞ്ഞ ഏറ്റവും വലിയ ആശയവും. മണ്ണിനടിയിൽ കിടക്കുന്നത് അനേകം തലമുറകളെ ഊട്ടി വളർത്തിയ മഹാനീർത്തടമാണ് അല്ലേ. മണ്ണിനടിയിലായിരിക്കുന്നത് മനുഷ്യൻ തൻ്റെ യന്ത്രക്കൈ ഉപയോഗിച്ച്, JCBയുടെ ഉരുക്കു കൈകൾ ഉപയോഗിച്ച് മാന്തി എടുത്തത്, അല്ലെങ്കിൽ അവിടെ കുളം തോണ്ടിയത്, മണ്ണിട്ട് മൂടിയത് ഒരു കാലഘട്ടം വരെ
തലമുറകളെ വരെ ഊട്ടിയ വലിയ ഒരു തണ്ണീർത്തടമായിരുന്നു. ഒരുപാട് ആൾക്കാർക്ക് ജീവൻ നൽകിയ, കുടിജലം നൽകിയ തണ്ണീർത്തടമാണ് ഇന്ന് JCB കൈകൾ വന്ന് മൂടിയിട്ട് പോയത്, മനുഷ്യൻ ചൂഷണം ചെയ്തത്. ഇനിയും അനേകം തലമുറകളെ ഊട്ടി വളർത്താൻ കെൽപ്പുണ്ടായിരുന്നവൾ, അല്ലേ? ഇനിയും അനേകം തലമുറകളെ ഊട്ടി വളർത്താൻ കെൽപ്പുണ്ടായവൾ എന്ന് പറയുന്നത് എന്താ അർത്ഥമാക്കുന്നത്? ഇനിയും ഒരുപാട് തലമുറകൾക്ക് വെള്ളം കൊടുക്കേണ്ട തണ്ണീർത്തടമായിരുന്നു മനുഷ്യൻ എന്തു ചെയ്ത് മക്കളെ നശിപ്പിച്ചത്. ഇനിയും 1000 തലമുറകൾക്ക് നല്ല ശുദ്ധമായ ജലം കൊടുക്കേണ്ട ആ ഒരു തണ്ണീർത്തടത്തെ മനുഷ്യൻ നശിപ്പിച്ചിരിക്കുന്നു എന്ന വ്യക്തമായ ഒരു സങ്കടവും ഇവിടെ പ്രകടമാണ്. ജീവൻ കൊടുത്തും പരിപാലിക്കേണ്ടതായിരുന്നു, പരിപാലിച്ചില്ല. ദിനകരൻ പറയാണ്, എത്ര ജീവൻ കൊടുത്തും ആ തണ്ണീർത്തടത്തെ പരിപാലിക്കേണ്ടതായിരുന്നു, പക്ഷേ പറ്റിയില്ല. ആ തണ്ണീർത്തടത്തെ സംരക്ഷിക്കാൻ പറ്റിയില്ല എന്ന കുറ്റബോധവും സങ്കടവും ദിനകരൻ ഇവിടെ പറയാണ്. വേഗം വായോ കുട്ടി, ദേവകി വിളിച്ചു പറഞ്ഞു. എങ്ങടാ നിങ്ങൾ ഓടണേ ദേവമോ? ദിനകരൻ അസ്വസ്ഥനായി ചോദിച്ചു. ദേവകി അത് കേട്ടില്ല. കുമാരൻ്റെ ഭൂമിയുടെ അതിരിലെ നക്ഷത്ര കണ്ടലുകളുടെ കരിമ്പച്ചക്കുള്ളിൽ ദൂരേന്ന് കാണാമായിരുന്നു കുഞ്ഞിമാത്തമ്മയുടെ വെളുത്ത വസ്ത്രങ്ങൾ. അവരെവിടെ എന്തെടുക്കാല്ലേ? കുഞ്ഞിമാത്തുമ്മ ആ വെള്ളത്തിൻ്റെ അരികിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, തണ്ണീർത്തടത്തിൻ്റെ അരികിൽ ഇരിക്കുകയാണ്, വേലിയേറ്റവും കാത്തുകൊണ്ട്. അവരെവിടെ എന്തെടുക്കുക ഇവർ ചോദിച്ചു. ആര്? കുഞ്ഞിമാത്തുമ്മ. വെറുതെ വെള്ളത്തിൽ ഇങ്ങനെ കുത്തിയിരിക്കുക. അവള് വിളിച്ചാൽ കേൾക്കില്ല, മിണ്ടാട്ടില്ല, ഉരിയാട്ടില്ല, അല്ലേ? കുഞ്ഞിമാത്തുമ്മ ആ വെള്ളത്തിൽ ഇങ്ങനെ കുത്തിരിക്കാൻ കാലം വെച്ചുകൊണ്ട് അവളെ വിളിച്ചിട്ട് അവൾ നോക്കുന്നില്ല. അവൾക്ക് സങ്കട, കുഞ്ഞുമാത്തുമ്മക്ക് സങ്കടമാണ് ആ പ്രകൃതിയെ, ആ തണ്ണീർത്തടത്തെ നശിപ്പിച്ചതിൽ. വേലിയിറക്കത്തിൽ വന്ന വെള്ളം വേലിയേറ്റത്തിൽ വരുന്നില്ല, ആ സങ്കടമാണ്. വെള്ളം കയറി വരുന്നില്ല, ആ സങ്കടത്തിൽ. എന്തുകൊണ്ടാണ് തണ്ണീർത്തടത്തിലെ വെള്ളം കയറി വരാത്തത്? സങ്കടത്തിൽ ഇരിക്കുകയാണ് കുഞ്ഞിമാത്തുമ്മ. തോളത്തിട്ട തോർത്തുകൊണ്ട് കണ്ണു തുടച്ച് ഓട്ടം നിർത്തി ദേവകി ദിനകരൻ്റെ ഒപ്പം നടന്നു, അല്ലേ? ദേവകി ദിനകരനും കുഞ്ഞുമാത്തുമ്മയുടെ അടുത്തേക്ക് നടന്നു പോവുകയാണ്. 10-14 ദിവസമായേ ഏറ്റം വരണില്ല, വേലിയേറ്റം വെള്ളം കയറി വരണില്ല എന്നും പറഞ്ഞ് കുഞ്ഞിമാതു വ്യസനിക്കണു. ആ മണ്ണും തിണ്ടേന്ന് എന്ത് ചെയ്താൽ എഴുന്നേറ്റ് പോരില്ല. ഏറ്റം വന്നിട്ട് മുങ്ങൻ കാത്തിരിക്കാത്തുള്ള വേലിയേറ്റം, വേലിയിറക്കുണ്ട് മക്കളെ. വേലിയേറ്റം എന്ന് പറഞ്ഞാൽ വെള്ളം ഇങ്ങനെ കയറി വരിക. വേലിയിറക്കം പറഞ്ഞ പുഴയിലെ വെള്ളം ഇറങ്ങിപ്പോവുക. ഇനി ഇറങ്ങിപ്പോയ വേലിയിറക്കം ചെയ്ത വെള്ളം വേലിയേറ്റം വരുന്നില്ല, ഇപ്പം കയറി വരുന്നില്ല വെള്ളം എന്തേ കയറി വരാത്തതെന്ന സങ്കടത്തിലിരിക്കുകയാണ് ആ വെള്ളത്തെ അഗാധമായി സ്നേഹിച്ച, ആ പ്രകൃതി അത്രയേറെ സ്നേഹിച്ച കുഞ്ഞിമാതു. ഏറ്റം വന്നിട്ട് മുങ്ങൻ കാത്തിരിക്കാത്രേ. ആ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ കാത്തിരിക്കുന്ന ഒരു സ്ത്രീയെ കാണാം. പ്രകൃതിയോട് അത്രമാത്രം ബന്ധമുള്ളൊരു സ്ത്രീ. വേലിയേറ്റത്തിൽ മുങ്ങിപ്പോകുന്ന ആ മൺതിണ്ടിമേൽ ഇരുന്നു ദിനകരനും വേലിയേറ്റം കണ്ടിട്ടുണ്ട്. ദിനകരനും ഒരുപാട് നാൾ, ഒരുപാട് വർഷത്തോളം ആ മണ്ണിൻ്റെ മുകളിൽ കയറിയിരുന്ന് ആ വേലിയേറ്റം കണ്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് വേലിയേറ്റമില്ല, ഇറങ്ങിപ്പോയ വെള്ളം കയറി വരുന്നില്ല. കാരണം വെള്ളമില്ല, വെള്ളത്തെപ്പോലും മനുഷ്യൻ നശിപ്പിച്ചിരിക്കുന്നു. അറിഞ്ഞിട്ടുണ്ട്, കാത്തിരിക്കണം. അങ്ങനെ ഇരിക്കുമ്പോൾ മെല്ലെ കേൾക്കാൻ തുടങ്ങും മൺതിണ്ടിമേൽ വെള്ളം വന്നലേക്കുന്ന മൃദു ശബ്ദം. മർമരം പോലെ ഗിള് നോക്കിക്കൊണ്ടിരിക്കുകയാണ് വെള്ളം പൊങ്ങുക, അല്ലേ? ആ വെള്ളം ഇറങ്ങിപ്പോയാൽ കയറി വരും. പക്ഷേ ഇപ്പോൾ മനുഷ്യൻ്റെ ഇടപെടൽ മൂലം, മനുഷ്യൻ പ്രകൃതിയെ നശിപ്പിച്ചത് മൂലം ഇറങ്ങിപ്പോയ വെള്ളം കയറി വരുന്നില്ല. ഈ ഇറങ്ങിപ്പോയ വെള്ളം എന്താ കയറി വരാത്തതെന്ന സങ്കടത്തിലാണ് കുഞ്ഞിമാതുമ്മയും ദിനകരനും അവിടെ ഇരിക്കുന്നത്. ദിനകരൻ ഓർത്തുപോയാണ് പണ്ട് ചെറുപ്പത്തിൽ ഈ വേലി ഇറക്കത്തിൻ്റെ വെള്ളം ഇറങ്ങിപ്പോയിട്ട് വേലിയേറ്റം വരുമ്പോൾ ഇങ്ങനെ ഗിള് ഒച്ച കേൾക്കും. ഈ വെള്ളം ഇങ്ങനെ കയറി വരുന്ന ഒച്ച ഇങ്ങനെ കേൾക്കും. ആ ഒരു ശബ്ദം ഇപ്പോൾ ഇല്ല. കാരണം വെള്ളത്തിന് കയറി വരാൻ പറ്റുന്നില്ല. പ്രകൃതി കൂടുതൽ മലീനസമായിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യൻ പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അർത്ഥം. ദിനകരൻ മുങ്ങും, നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളം പൊങ്ങി മൺതിണ്ട് മുങ്ങും, ദിനകരൻ മുങ്ങും. വെള്ളം തലയ്ക്കും ഇതേ കൂടി കടന്നു പോകാൻ ശ്വാസം പിടിച്ചിരിക്കുന്നത് ഒരു പരിശീലനമാണ്, അതൊരാഘോഷമാണ്. വെള്ളത്തെ അറിയലാണ്. ആ വരവില്ലെങ്കിൽ ജീവിതമില്ല, നെല്ലില്ല, മീനില്ല, അല്ലേ? പണ്ട് ഈ വേലിയിറക്കം സംഭവിച്ച് വേലിയേറ്റം വരുമ്പോൾ ഈ വെള്ളത്തിൽ ഇവർ മുങ്ങിക്കിടക്കും. ദിനകരനും ഈ കുഞ്ഞുമാതും ഒക്കെ വെള്ളത്തിൽ ഇങ്ങനെ നീന്തി കളിക്കും. അതൊരു ആശ്വാസമാണ്, ആഘോഷമാണ്. അവരുടെ ദുഃഖങ്ങളൊക്കെ ഇല്ലാതാക്കാനും മീനുകളെ പിടിച്ച് ഉപജീവനം നയിക്കുവാനും ഒക്കെയുള്ള ഒരു ഉപാധിയായിരുന്നു ഈ വേലിയേറ്റം. പക്ഷെ ഇന്ന് ആ വേലിയേറ്റം ഇല്ല. ഇന്ന് ഇറങ്ങിപ്പോയ വെള്ളം കയറി വരുന്നില്ല. മനുഷ്യൻ പ്രകൃതിയെ, തണ്ണീർത്തടങ്ങളെ, ജലാശയങ്ങളെ നശിപ്പിച്ചു എന്നതിൻ്റെ തെളിവാണ് ഈ ഇറങ്ങിപ്പോയ വെള്ളം, വേലിയിറക്കത്തിലെ വെള്ളം വേലിയേറ്റത്തിൽ കയറി വരാത്തത്. ആ സങ്കടമാണ് ഇവിടെ കുഞ്ഞിമാധവും ദിനകരനും പങ്കുവയ്ക്കുന്നത്. എത്ര ഏറ്റവും ഇറക്കവും കണ്ടവളാണ് കുഞ്ഞിമാത്തുമ്മ. എത്ര പ്രാവശ്യം വെള്ളം ഇറങ്ങിപ്പോയതും കയറി വന്ന് കണ്ടതാണ് കുഞ്ഞിമാത്തുമ്മ. ഇനി ദേശത്തേക്ക് വെള്ളം കയറി വരില്ലെന്ന തോന്നൽ അവരെ അമ്പരപ്പിച്ചിട്ടുണ്ടാവും, അല്ലേ? ഇനി ദേശത്തേക്ക് വെള്ളം കയറി വരില്ലെന്ന തോന്നൽ അവരെ അമ്പരപ്പിച്ചിട്ടുണ്ടാവും. ഇനി ഇറങ്ങിപ്പോയ വെള്ളം കയറി വരില്ലടാ, അല്ലേ? ഈ വെള്ളം ഇറങ്ങിപ്പോയി, ഇനി കയറി വരുമോ? ഇല്ല.
പ്രകൃതി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്ന വാർത്ത എത്ര സങ്കടത്തോടു കൂടിയായിരിക്കും കുഞ്ഞുമക്കളെ ഈ കുഞ്ഞുമാധു അറിഞ്ഞിട്ടുണ്ടാവുക. ചെറുപ്പത്തിൽ ഈ പുഴയിൽ ഇറങ്ങി കുളിച്ചവളാണ് കുഞ്ഞുമാധു. വേലി ഇറക്കം കഴിഞ്ഞാൽ വേലിയേറ്റം വരെ വെള്ളത്തെ കാത്തു നിൽക്കും കുഞ്ഞുമാധു. അതിലെ മീനുകളെയും കക്കയും വാരി ഉപജീവനം നയിച്ചവളാണ്, ജീവിച്ചവളാണ് കുഞ്ഞുമാധു. പക്ഷേ ഇനി ഇറങ്ങിപ്പോയ വെള്ളം കയറി വരില്ല എന്ന ദുഃഖം അറിയുന്ന കുഞ്ഞുമാധു എത്രമാത്രം സങ്കടപ്പെടും. ആ ഒരു സങ്കടത്തെ പോലും സഹിക്കാൻ പറ്റുന്നില്ല എന്ന് എഴുത്തുകാരി ഇവിടെ പ്രകടമായി വ്യക്തമാക്കുകയാണ്. എന്തിനാത്? തലയ്ക്കുമീതെ വെള്ളം വന്ന അതുക്കുമീതെ തോണി. അല്ലാണ്ടെന്താ? വെള്ളം വന്നതുപോലെ ജീവിക്കും, വന്നില്ലെങ്കിൽ വരാത്തതുപോലെ ജീവിക്കണം. അതിനു പകരം ഇങ്ങനെ വെള്ളത്തിൽ കുത്തി എന്താ കാര്യം? കണ്ടലിൻ്റെ പേരിൽ പിടിച്ചു തൂങ്ങി വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ ദേവകി പറഞ്ഞുകൊണ്ടേയിരുന്നു. ദേവകി പറയാം, വെള്ളം വന്നതിന് കുഴപ്പമില്ല, തലയ്ക്ക് മുകളിൽ വെള്ളം വന്ന് അതിന് മുകളിൽ തോണി വെച്ച് തുഴഞ്ഞ് പോകണം, അല്ലാതെ വെള്ളം വരുന്നില്ല വെച്ച് സങ്കടപ്പെട്ട് കാര്യമില്ല. കാരണം ഈ ഇറങ്ങിപ്പോയ വെള്ളം കയറി വരാത്ത സങ്കടത്തിലാണ് കുഞ്ഞുമാധു. ഈ കുഞ്ഞുമാധുവിനെ ആശ്വസിപ്പിക്കാനാണ് ദേവകി ഇത്തരത്തിൽ വാക്ക് പറയുന്നത്. കാരണം എന്താ? ഈ പ്രകൃതിയെ മനുഷ്യൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രകൃതിയെ മനുഷ്യൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ വ്യസനിച്ചിട്ടോ വേദനിച്ചിട്ടോ കാര്യമില്ല. നമ്മളെ ജീവിതം മുന്നോട്ട് പോകണമെന്ന വലിയൊരു ആശയം ദേവകി കുഞ്ഞുമാധുവോട് പറയുകയാണ്. പക്ഷേ കുഞ്ഞുമാധുവിന് പറ്റുമോ? ഇല്ല. പ്രകൃതി അത്രമാത്രം സ്നേഹിച്ചവൾക്ക് ഇതൊരു വേദനയായി മാറുന്നു. കുഞ്ഞുമാത്തമ്മയുടെ മുഖത്ത് ഭാവവേദങ്ങളൊന്നുമില്ല. അരയ്ക്കൊപ്പം വെള്ളത്തിലാണ് ഇരിപ്പ്. നനഞ്ഞ ഉടൽ വിറക്കുന്നുണ്ടല്ലേ? അര വെള്ളത്തിലാഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. നനഞ്ഞ ഉടൽ ശരീരം, ഉടൽ എന്ന് വെച്ചാൽ ശരീരം കേട്ടോ. ശരീരം ഇങ്ങനെ വിറക്കുന്നുണ്ട്. ശരീരം ഇങ്ങനെ വിറക്കാണ്. കൈകൾ നെഞ്ചത്ത് പിണച്ച് കെട്ടിയിരിക്കുന്നു. ചത്ത മത്സ്യങ്ങളെ പോലെ വിളറി വെളുത്ത വിരലുകൾ, ചുണ്ടുകൾ കറുത്തു പോയിട്ടുണ്ട്. കാർത്തിയാനി വിഷാദത്തോടെ അടുത്തിരിക്കുന്നുണ്ട്. കാർത്തിയാനി എന്ന് പറഞ്ഞ ഒരു സ്ത്രീയും കുഞ്ഞുമാത്തുവിൻ്റെ സുഹൃത്താണ്. അവർ രണ്ടാളും വിഷമത്തോടെ ആ വേലി ഇറക്കത്തിൽ പോയ വെള്ളം വേലിയെടുത്ത് വരാത്ത സങ്കടത്തിരിക്കുകയാണ്. പോവാൻ കുഞ്ഞുമാത്തുമ്മയെ ദിനകരൻ ചോദിച്ചു. ദിനകരൻ പറഞ്ഞു, നമുക്ക് പോവാം കുഞ്ഞുമാത്തുമ്മ എന്ന് പറഞ്ഞു. കുഞ്ഞുമാത്തുമ്മ അവനെ സൂക്ഷിച്ച് നോക്കി. കുഞ്ഞുമാത്തിങ്ങനെ നോക്കി, അല്ലേ, എവിടത്തേക്ക് പോകാൻ? നമുക്ക് പോകാൻ സ്ഥലമുണ്ടോ? എങ്ങോട്ട്? വീട്ടിലേക്ക്. ഒറ്റക്കല്ലല്ലോ, ഞങ്ങളൊക്കെ ഇല്ലേ? അതന്നെയാ ചോദിച്ചേ. നമ്മൾ ഒറ്റക്ക് അങ്ങോട്ട് പോയാൽ പറ്റുമോ? ദിനകരന് മനസ്സിലായില്ല. അവൻ കാർത്തിയായനിയുടെ മുഖത്തേക്ക് നോക്കി. കാർത്തിയായനി മൂക്കത്തിൽ വിരൽ വെച്ചു. അത് കണ്ട കുഞ്ഞിമാത്തുമ്മ കുമാരൻ കെട്ടിപ്പൊക്കിയ കരിങ്കൽ കെട്ടുകളിലേക്ക് ചൂണ്ടിക്കാട്ടി. ചെന്നു നോക്ക്. ദിനകരൻ കണ്ടു. കരിങ്കൽ കെട്ടുകളിൽ വന്നടച്ചു നിലവിളിക്കുന്ന വെള്ളം. ഞാൻ അങ്ങോട്ടില്ല, നിങ്ങൾ പൊയ്ക്കോ, കുഞ്ഞിമാത്തുമ്മ പറഞ്ഞു. അല്ലേ, ആ വെള്ളം ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രകൃതിയുടെ മുകളിൽ മനുഷ്യൻ കടന്നു വരുന്ന ചൂഷണങ്ങൾ, പ്രകൃതി ഇല്ലാതാക്കുന്ന മനുഷ്യൻ്റെ വികൃതികൾ, ഇതൊക്കെയാണ് ഈ പാഠഭാഗം ചർച്ച ചെയ്യുന്നത്. ഈ ഇറങ്ങി പോയ വെള്ളം വരാത്തതിന് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്ന, പ്രകൃതിയെ അത്രയധികം സ്നേഹിക്കുന്ന കുഞ്ഞുമാത്തൊമ്മയും ദിനകരനും കാർത്തിയായനും ദേവകിയും എല്ലാം കഥാപാത്രങ്ങളാകുന്ന സാറാ ജോസഫിൻ്റെ ആദ്യം എന്ന് പറയുന്ന നോവലിലെ ചെറിയൊരു ഭാഗമാണ് ഒരു സ്വപ്നമുണ്ടായിരുന്നു എന്ന കഥ. സെറ്റല്ലേ മക്കളെ? ഈ കഥ പഠിച്ചില്ലേ? മനുഷ്യൻ പ്രകൃതിക്ക് മുകളിൽ കടന്നു കയറുന്ന ആ JCB സംസ്കാരം, യന്ത്ര സംസ്കാരം, ഇതെത്രമാത്രം ഭീകരമാണ് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ഈ പാഠഭാഗത്തിലൂടെ പ്രിയപ്പെട്ട എഴുത്തുകാരി. ഇനി നമുക്ക് ഈ പാഠഭാഗത്തിലെ പ്രധാന ചോദ്യോത്തരങ്ങളിലേക്കൊന്ന് സഞ്ചരിക്കാം. ഓക്കെ, ഏതൊക്കെ തരത്തിൽ ചോദ്യമായിരിക്കാം ഈ പാഠഭാഗത്തിലൂടെ നമ്മുടെ മുമ്പിലേക്ക് വരിക നമുക്ക് നോക്കാം. ദിനകരൻ്റെ സ്വപ്നം എന്തായിരുന്നു? ചോദ്യം, എന്താണ് ദിനകരൻ്റെ സ്വപ്നം? എന്താണ് മക്കൾ ദിനകരൻ്റെ സ്വപ്നം? ദിനകരന് ഒരു സ്വപ്നം ഉണ്ടായിരുന്നു. പുറം ലോകം എങ്ങനെയൊക്കെ മാറി മറിഞ്ഞാലും ആരും കൈനീട്ടി തൊടാനില്ലാത്ത ചതുപ്പും കാടും വെള്ളവുമായി കിടക്കുന്ന ദേശത്ത് കൃഷി ചെയ്തും മീൻ പിടിച്ചും കക്കവാരിയുമൊക്കെ സമാധാനമായി ജീവിക്കുക എന്ന സ്വപ്നം, അല്ലേ? ആരോരും കടന്നു വരാത്ത ആ പ്രദേശത്ത് മീൻ പിടിച്ചും കക്കവാരിയുമൊക്കെ സമാധാനമായി ജീവിക്കുക എന്നതാണ് ദിനകരൻ്റെ സ്വപ്നം. പുറം ലോകത്തെ കാപട്യങ്ങളില്ലാത്ത, മനുഷ്യൻ കടന്നു വരാത്ത ആ പ്രദേശത്ത് കക്കവാരിയും മീൻ പിടിച്ചും പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുക എന്ന മഹാസ്വപ്നമായിരുന്നു ദിനകരൻ ഉണ്ടായിരുന്നത്. ചിലപ്പോൾ ചോദ്യം വരാം, ദിനകരൻ്റെ സ്വപ്നം എന്തായിരുന്നു ഇത്? പുറം ലോകം കൊച്ചു പ്രദേശങ്ങളോട് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്രകൃതി ഇല്ലാതാക്കുന്നു, അല്ലേ? ഈ നഗരത്തിലെ ആൾക്കാർ വന്നിട്ട് ഈ ഗ്രാമങ്ങൾ ഇടിച്ചു നിരത്തും. അവിടുത്തെ വയലുകൾ, കൃഷിയിടങ്ങൾ, പുഴകൾ എല്ലാം ഇടിച്ചു നിരത്തി അവിടെ വലിയ കെട്ടിടങ്ങൾ പണിയും. ഇതാണ് പുറം ലോകം കൊച്ചു പ്രദേശങ്ങളോട് ചെയ്യുന്ന കാര്യം. മലകൾ ഇടിക്കും, കുന്നിടിക്കും. നോക്കാം, പുറം ലോകം പക്ഷേ സ്വയം മാറി മറിയുകയല്ല, മാത്രമല്ല കൈനീട്ടുക കൂടിയാണ്. കൈനീട്ടുക, യന്ത്രം ഉപയോഗിച്ച് കൈനീട്ടേന്ന്, JCB ഉപയോഗിച്ചെല്ലാം മാന്തി എടുക്കിയെന്ന്. എന്തും വേരോടെ പറിച്ചെടുക്കാൻ ശേഷിയുള്ള ഉരുക്കു കൈകൾ കൊണ്ട് പുറം ലോകം കൊച്ചു പ്രദേശങ്ങളെ കോരി മാറ്റിക്കളയുന്നു. മക്കളെ, ഉരുക്കു കൈ എന്ന് പറഞ്ഞാൽ JCB ആണ്, അല്ലേ? മണ്ണുമാന്തി യന്ത്രമാണ്. ഈ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് എന്താണ് ഒരു പ്രദേശത്ത് ഇല്ലാതാക്കാൻ മനുഷ്യന് സാധിക്കുമെന്നാണ് പറയുന്നത്. ദിനകരൻ കണ്ടെത്തിയ ലളിതമായ സത്യം എന്താണ്? ദിനകരൻ കണ്ടെത്തിയ സത്യം എന്താണ് മക്കളെ? പ്രകൃതിയാണ്.
പ്രകൃതി എന്ന മഹാസത്യത്തെയാണ് ദിനകരൻ കണ്ടെത്തുന്നത്. ഇവിടെ ജലം, വായു, മണ്ണ്, വെയിൽ, മഴ, മഞ്ഞ് എല്ലാം തന്നെയാണ് സത്യമെന്ന് ദിനകരൻ കണ്ടെത്തുന്നു. ദിനകരൻ കണ്ടെത്തിയ ലളിതമായ സത്യം മണ്ണിൽ പണിയെടുക്കുമ്പോൾ ദിനകരൻ സത്യമാണ് തേടിയത്. മണ്ണും വെള്ളവും മണ്ണും വെള്ളവും വെയിലും വിയർപ്പും കൂടിയാണ് വിത്തിനെ മുളപ്പിക്കുന്നത്. മണ്ണും വെള്ളവും വെയിലും വിയർപ്പും കർഷകനും പ്രകൃതിയും കൂടിയാണ് ഒരു വിത്തിനെ മുളച്ച് വലുതാക്കുന്നത്. മണ്ണിൽ ഒരു വിത്തിട്ടാൽ അത് മുളയ്ക്കുന്നു. ലളിതമായ സത്യം. 100 മേനി വിളയ്ക്കുന്നവനാണ് കൃഷിക്കാരൻ. മണ്ണിന് വിത്തിട്ടാൽ മുളക്കും, പക്ഷെ അത് 100 മേനി വിളപ്പിക്കുന്ന കൃഷിക്കാരനാണ്. അപ്പോൾ കൃഷിയാണ് പ്രധാന സത്യം, പ്രകൃതിയാണ് വലിയ ലളിതമായ സത്യമെന്ന് തിരിച്ചറിവാണ് ആർക്കുള്ളത്? നമ്മുടെ ദിനകരനുള്ളത്. കൃഷിക്കാരൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ എന്തൊക്കെയാണ്? കൃഷിക്കാരൻ്റെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ എന്തൊക്കെയാണ്? ചോദ്യം നോക്കാം നമുക്ക്. മണ്ണ്, വെള്ളം, വെയിൽ, വിയർപ്പ്, വിത്ത് എന്നിവയാണ് കൃഷിക്കാരൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ. ഏതൊക്കെയാണ് മക്കളെ? മണ്ണ് പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെയോ മണ്ണ്, വെള്ളം, വെയിൽ, വിയർപ്പ്, വിത്ത്. ഈ 5 കാര്യങ്ങൾ ഏതൊക്കെയാണ് മക്കളെ? മണ്ണ്, വെള്ളം, വെയിൽ, വിയർപ്പ്, വിത്ത്. ഈ 5 കാര്യങ്ങളാണ് കർഷകൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. മണ്ണ്, വെള്ളം, വെയിൽ, വിയർപ്പ്, വിത്ത്. ഈ 5 കാര്യങ്ങളും കർഷകൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയി ചോദ്യം പ്രതീക്ഷിക്കാൻ സാധിക്കുന്ന ചോദ്യം കേട്ടോ. അതിനാ കുഞ്ഞുമക്കൾ പഠിച്ചിട്ട് പോണ എക്സാമിന്. അടുത്ത ചോദ്യം എന്താണ്? ദിനകരൻ്റെ അമ്മയ്ക്ക് വിചിത്രമായി തോന്നിയ സംഭവം എന്താണ്? ഇവിടെ ദിനകരൻ്റെ അമ്മയ്ക്ക് ഒരു സംഭവം വിചിത്രമായി തോന്നി. എന്താണെന്ന് ചോദിക്കുന്നത്. കുഞ്ഞിമാത്തുമ്മ വെള്ളത്തിൽ നിന്ന് കയറുന്നില്ല എന്നതാണ് അമ്മയ്ക്ക് വിചിത്രമായി തോന്നിയത്. കുഞ്ഞിമാത്തുമ്മ വേലിയിറക്കം സംഭവിച്ച് വേലിയേറ്റത്തിലേക്ക് വെള്ളം കയറി വരുന്നില്ല, കരയിലേക്ക് വെള്ളം കയറി വരുന്നില്ല. അതൊരു വിചിത്രമായ സംഭവമായി ആർക്ക് തോന്നുകയാണ്? കുഞ്ഞിമാത്തുമ്മയുടെ ആ പ്രവൃത്തി കണ്ട്, ഇറങ്ങിപ്പോയ വെള്ളം കയറി വരാത്ത ആ കാഴ്ച കണ്ട് ദിനകരൻ്റെ അമ്മയ്ക്ക് വിചിത്രമായി തോന്നി, സങ്കടം തോന്നി എന്നാണ് പറയുന്നത്. അടുത്ത ചോദ്യം എന്താ? ഗണേശ സുബ്രഹ്മണ്യത്തിൻ്റെ സ്ഥലത്തിൻ്റെ അവസ്ഥ. ആ ഗണേശ സുബ്രഹ്മണ്യം എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നു? നമുക്കറിയാം, പ്രകൃതി നശിപ്പിക്കപ്പെട്ട അവസ്ഥയായിരുന്നു അവിടെ കാണാൻ സാധിച്ചത്. ചിലപ്പോൾ ചോദ്യം വരും, ഗണേശ സുബ്രഹ്മണ്യത്തിൻ്റെ സ്ഥലത്തിൻ്റെ അവസ്ഥ എന്താണ് എന്ന്. അപ്പം എന്ത് എഴുതണം? ആരും ഇപ്പോൾ ആ ഭാഗത്തേക്ക് വരാറില്ല, പ്രകൃതി നശിപ്പിച്ചു. മണ്ണിട്ട് നശിപ്പിച്ച തണ്ണീർത്തടത്തിനു മീതെ പല മാതിരി സൗധങ്ങളുടെ അസ്ഥിവാരങ്ങൾ ഉയരുന്നുണ്ട്. ആ തണ്ണീർത്തടം, ആ ജലാശയം JCBയുടെ ഉരുക്കവകൾ ഉപയോഗിച്ച് നികത്തി അവിടെ വലിയ കൂറ്റൻ കെട്ടിടങ്ങൾ പണിതുയർത്തുകയാണ് മനുഷ്യൻ. വെള്ളത്തിൽ വരച്ച വര പോലെയല്ല മണ്ണിൽ വരയ്ക്കുന്ന വരകൾ, ദൃഢമായതും സുനിശ്ചിതവുമായ അതിരുകൾ. ഇവിടെ എന്താ അർത്ഥമാക്കുന്നത്? വെള്ളം സിമ്പിളാണ്, അവിടെ പ്രകൃതിയാണ്. പക്ഷേ ആ പ്രകൃതിയുടെ മുകളിൽ മണ്ണിട്ട് നികത്തി അവിടെ എഞ്ചിനീയർമാർ വന്നിട്ട് അവിടെ വരകൾ വരച്ച് വലിയ കെട്ടിടങ്ങൾ പണിയുന്നതുമായില്ല. അത് പ്രകൃതിയെ നശിപ്പിക്കുമെന്ന സൂചന നമുക്ക് തരുന്നുണ്ട്. കൃത്യമായി അളന്ന് തിരിച്ച് ചിലതിനെ കമ്പിവേലി, ചിലതിന് മതിൽക്കെട്ട്. അപ്പോൾ കമ്പിവേലിയും മതിൽക്കെട്ടും നിർമ്മിച്ചുകൊണ്ട് മണ്ണിനെ ഇല്ലാതാക്കുന്ന, പ്രകൃതിയെ ഇല്ലാതാക്കുന്ന കാഴ്ചകൾ ഇവിടെ പ്രകടമായി എഴുത്തുകാർ നമ്മുടെ മുമ്പിൽ പങ്കുവയ്ക്കുകയാണ്. ആദിയിലെ തടാകം ദേശവുമായി ചെയ്ത സ്നേഹത്തിൻ്റെ ജല ഉടമ്പടി എന്താണ്? അപ്പോൾ ആദിയിലെ തടാകവും ആ ദേശവും തമ്മിൽ ഉടമ്പടി എന്താണ്? തടാകവും ആ ദേശവും തമ്മിലുള്ള ഉടമ്പടി എന്താണ് എന്ന ചോദ്യം. ഈ തടാകവും ദേശവും തമ്മിൽ ഉടമ്പടി വെച്ചത് എന്താ ഉടമ്പടി? മണ്ണിനടിയിൽ കുഴിച്ചു മൂടപ്പെട്ട് ദേശത്തിന് മുഴുവൻ അന്നം തന്നിരുന്ന തണ്ണീർത്തടമാണ് ആഴമേറിയ സ്നേഹത്തിന് ഉടമ്പടിയിലായിരുന്നു അവരും ആ തടാകവും. ദേശത്തിന് മുഴുവൻ അന്നദാനം നൽകിയ, അല്ലെങ്കിൽ ആ ജീവിതം നൽകിയ തടാകത്തെ സംരക്ഷിക്കാമെന്ന വലിയ ഉറപ്പായിരുന്നു ആ ദേശവും ആ തടാകവും തമ്മിലുള്ള ഏറ്റവും വലിയ ഉടമ്പടി എന്ന് പറയുന്നത്. ആദിയിലെ തടാകവും ദേശവുമായി ചെയ്ത സ്നേഹത്തിൻ്റെ ജല ഉടമ്പടി. ഈ ചോദ്യം തിരിച്ചും വരാം. അപ്പം ജല ഉടമ്പടി എന്താണ്? മണ്ണിനടിയിൽ കുഴിച്ചു മൂടപ്പെട്ട് ദേശത്തിന് മുഴുവൻ അന്നം തന്നിരുന്ന തണ്ണീർത്തടാകമാണ് ആഴമേറിയ സ്നേഹത്തിൻ്റെ ഉടമ്പടി. അപ്പം ആഴമേറിയ സ്നേഹത്തിൻ്റെ ഉടമ്പടിയാണ്. ആ തടാകം ഇവർക്ക് വെള്ളവും ജീവിക്കാനുള്ള ഉപാധിയും തരും. പക്ഷേ ആ തടാകത്തെ ഇവർ സംരക്ഷിക്കണം. പക്ഷേ ആ ഒരു ഉപാധി, ആ ഒരു ഉടമ്പടി ഇവിടെ ഇല്ലാതാവുകയാണ്. ഈ വികസനത്തിൻ്റെ പേരിൽ അതില്ലാതായി എന്നാണ് പറയുന്നത്. അടുത്ത ചോദ്യം എന്താണ്? ഒരു ആഘോഷമായും വെള്ളത്തെ തിരിച്ചറിയലായും വിശേഷിപ്പിച്ച കാര്യം എന്താണ്? ആഘോഷമായും വെള്ളത്തെ തിരിച്ചറിയുമായി വിശേഷിപ്പിച്ച കാര്യം എന്താണെന്ന് ചോദ്യം. ഇപ്പോൾ എഴുതണം കുഞ്ഞുമക്കളെ. എന്തെഴുതാം? വെള്ളം പൊങ്ങി മൺതട്ട് മുങ്ങും,
വെള്ളം തലയ്ക്കും മീതെ കൂടി കടന്നു പോകാൻ ശ്വാസം പിടിച്ചിരിക്കുന്നത് ഒരു പരിശീലനമാണ്, അതൊരാഘോഷമാണല്ലേ. അതായത് വെള്ളം ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരുമ്പോൾ ശ്വാസം മുട്ടും, ശ്വാസം മുട്ടിയാലും ഇങ്ങനെ പിടിച്ചു നിൽക്കും. കാരണം എന്താ, അതൊരു അതിജീവനത്തിൻ്റെ, വെള്ളത്തിൽ മുങ്ങിപ്പോയാലും എത്ര നേരം ശ്വാസം പിടിച്ചു നിൽക്കാം എന്നതൊരു പരിശീലനമാണ്. പിന്നെ അതൊരു ആഘോഷമാണ്, സന്തോഷമാണ്. പ്രകൃതിയെ, വെള്ളത്തെ ആഘോഷമാക്കി കണ്ട ഒരു ജനതയുടെ ഒരു തുറന്നു പറച്ചിലാണ് നമ്മുടെ ആദി എന്ന് പറയുന്ന നോവലിലെ ഈ ഒരു പാഠഭാഗം. ദിനകരന് ഒരു സ്വപ്നമുണ്ടായിരുന്നു എന്ന് പറയുന്ന പാഠഭാഗം. ഓക്കെ, അടുത്ത ചോദ്യം എന്താണ്? ഗാന്ധിജി ഇങ്ങനെ പറഞ്ഞു. പുറത്തുനിന്ന് ചോദ്യമാണ്. എല്ലാ മനുഷ്യരുടെയും ആവശ്യങ്ങൾക്കുള്ള വിഭവങ്ങൾ ഭൂമിയിലുണ്ട്, എന്നാൽ ഒരാളുടെയും ആർത്തി തീർക്കാനുള്ള വിഭവങ്ങൾ ഭൂമിയിൽ. അപ്പോൾ എല്ലാവരും ആവശ്യങ്ങൾക്കുള്ള വിഭവം ഭൂമിയിലുണ്ടല്ലേ. മണ്ണ്, പിന്നെന്താണ്, ജലം, എല്ലാം ഭൂമിയിലുണ്ട്. പക്ഷേ ആർത്തി തീർക്കാനുള്ള, നമ്മുടെ ആർത്തി, സ്വാർത്ഥത തീർക്കാനുള്ള വിഭവം ഭൂമിയിലില്ല. ആദിയിലെ മനുഷ്യരുടെ കഥ ഭൂമിയുടെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട ചില പ്രധാന കാര്യങ്ങൾ പറയുന്നുണ്ട്. ഗാന്ധിജിയുടെ വാക്കുകൾ കൂടി ഈ കഥയുമായി ചേർത്ത് വായിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ തെളിഞ്ഞു വരുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ച് പ്രതികരണക്കുറിപ്പ് തയ്യാറാക്കുക. മനുഷ്യൻ്റെ ആർത്തിയെക്കുറിച്ചുള്ള ഒരു പ്രതികരണക്കുറിപ്പ് തയ്യാറാക്കാനാണ് ചോദ്യം. എന്തൊക്കെ എഴുതാം? ആദി ജലത്തിൻ്റെ നാടാണ്, ജലത്തിൻ്റെ നാടാണ് ആദി. ആദിയിലുള്ളവർ ജലവുമായി അത്രയേറെ ചേർന്ന് ജീവിക്കുന്നു. ആദിയിലുള്ളവർ ജലവുമായി ചേർന്ന് ജീവിക്കുന്നവരാണ്. ആദിക്ക് ചുറ്റും കായലാണ്, മണ്ണും വെള്ളവും അനുഗ്രഹിച്ച ദേശമാണെന്ന് നോവലിൽ പറയുന്നു. ഇപ്പം മണ്ണും വെള്ളവും എല്ലാം അനുഗ്രഹിച്ച ദേശമായിരുന്നു ആദി എന്ന് പറയുന്നത്. എന്നാൽ ആദിയിൽ വയലുകൾ നികത്തുകയും ആദിയിൽ വയലുകൾ നികത്തുകയും നഗരമാലിന്യം തള്ളുകയും ചെയ്യാൻ തുടങ്ങി. നഗരമാലിന്യങ്ങൾ തള്ളുന്ന, നഗരത്തിൻ്റെ വേസ്റ്റുകൾ തള്ളുന്ന സ്ഥലമായി ആദി മാറി. ജലാശയങ്ങൾ നശിപ്പിക്കപ്പെട്ടു. അതോടെ ആദി വാസയോഗ്യമല്ലാതാകുന്നു. നഗരത്തെ പടുത്തുയർത്താൻ കാർഷിക സമൃദ്ധവും മത്സ്യസമ്പത്തും നിറഞ്ഞ ഒരു പ്രദേശത്തെ കുപ്പത്തൊട്ടിയാക്കി മാറ്റുകയാണ് ഉണ്ടായത്. ഒരു പ്രദേശത്തെ, നഗരം വളരാൻ വേണ്ടി, ടൗൺ വളരാൻ വേണ്ടി ഒരു ഗ്രാമീണ പ്രദേശത്തെ കുപ്പത്തൊട്ടിയാക്കി മാറ്റുന്നു. ആദിയിലേക്ക് വരുവാനും ജീവിക്കുവാനും ആദിയിൽ നിന്ന് വിവാഹം കഴിക്കുവാനും ആളുകൾ മടി കാണിച്ചു തുടങ്ങുന്നു. അപ്പോൾ ആദി എന്ന് പറയുന്ന സ്ഥലം പൂർണ്ണമായി മോശമായി കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഗാന്ധിജിയുടെ വാക്കുകൾ പ്രസക്തമാണ്. എല്ലാ മനുഷ്യരുടെയും ആവശ്യങ്ങൾക്കുള്ള വിഭവങ്ങൾ ഭൂമിയിലുണ്ട്, എന്നാൽ ഒരാളുടെയും ആർത്തി തീർക്കാനുള്ള വിഭവങ്ങൾ ഭൂമിയിലില്ല. അല്ലേ, ഒരു മനുഷ്യൻ്റെയും ആർത്തി തീർക്കാനുള്ള വിഭവങ്ങൾ ഭൂമിയിലില്ല. നമ്മുടെ ഭൂമി എന്ന് പറയുന്നത് സുന്ദരമാണ്, പക്ഷേ നമ്മുടെ ആർത്തി, നമ്മുടെ ആവശ്യങ്ങൾ തീർക്കാനുള്ള വിഭവം ഭൂമിയിലുണ്ട്. നല്ല ജലമുണ്ട്, വായുവുണ്ട്, ഓക്സിജൻ എല്ലാം ഉണ്ട്. പക്ഷേ നമ്മുടെ ആർത്തി തീർക്കാനുള്ള വിഭവം എവിടെയില്ല, നമ്മുടെ ഭൂമിയിലില്ല എന്ന് പറയണം, ഗാന്ധിജി പറഞ്ഞ പോലെ. സാറാ ജോസഫിൻ്റെ ആദി എന്ന നോവലിൽ നമ്മൾ കാണുന്നതും ഇതുതന്നെയാണ്. പ്രകൃതി അതിൻ്റെ വിഭവങ്ങളും എല്ലാ ജീവജാലങ്ങൾക്കുമായി നൽകുന്നു. മൃഗങ്ങളും പക്ഷികളും അവയ്ക്ക് വേണ്ടത് മാത്രം എടുത്തുകൊണ്ട് ബാക്കി നാളേക്ക് കരുതി വയ്ക്കുന്നു. മൃഗങ്ങളും പക്ഷികളെല്ലാം തന്നെ അവയ്ക്ക് വേണ്ട മാത്രം എടുക്കുന്നു, ബാക്കി നശിപ്പിക്കുന്നില്ല. പക്ഷേ മനുഷ്യൻ പ്രകൃതി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ മനുഷ്യർ നാളേക്കായി കരുതി വയ്ക്കുന്നില്ല എന്നു മാത്രമല്ല, പ്രകൃതി വിഭവങ്ങളെ ചൂഷണം ചെയ്യുക കൂടിയാണ്. മനുഷ്യൻ നാളേക്ക് വേണ്ടി കരുതി വയ്ക്കുന്നില്ല മാത്രമല്ല, പ്രകൃതി തന്നെ മനുഷ്യൻ ചൂഷണം ചെയ്യുകയാണെന്ന് പറയുന്നു. സമ്പന്നമായ മത്സ്യവിഭവങ്ങളുടെ ശോഷണവും തകരുന്ന ആവാസ വ്യവസ്ഥയും ആദ്യ നോവലിൽ കാണാം. അതുകൊണ്ട് തന്നെ പ്രകൃതി നശിച്ചുകൊണ്ടിരിക്കുന്നു. ആരാണ് പ്രകൃതി നശിപ്പിക്കുന്നത്? മനുഷ്യൻ പ്രകൃതിയെ നശിപ്പിച്ചും കൊണ്ടിരിക്കുന്നു. ഇതാണ് ഈ പാഠഭാഗം നമുക്ക് സന്ദേശം. പ്രകൃതി നശിച്ചുകൊണ്ടിരിക്കുകയാണ്, മനുഷ്യനാണ് ഈ പ്രകൃതി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ മനുഷ്യൻ പ്രകൃതിക്ക് മുകളിൽ നടത്തുന്ന ആ ഒരു കയ്യേറ്റമാണ്, പ്രകൃതിയെ മനുഷ്യൻ ഇല്ലാതാക്കുന്ന ആ ഒരു ഭാഗമാണ് ഇവിടെ പ്രകടമായി ആവിഷ്കരിക്കുന്നത്. എൻ്റെ മക്കളെ മറന്നു പോകരുത് കേട്ടോ, സെറ്റായിട്ട് മനസ്സിലാക്കണം. മനുഷ്യൻ പ്രകൃതിക്ക് മുകളിൽ നടത്തുന്ന കയ്യേറ്റമാണ്, മനുഷ്യൻ പ്രകൃതി ഇല്ലാതാക്കുന്ന ആ ഒരു തെറ്റായ പ്രവർത്തനമാണ് ഈ ഒരു പാഠഭാഗം ചർച്ച ചെയ്യുന്നത്. ദേവകി എവിടേക്കാണ് കയറിപ്പോയത്? അടുത്തൊരു 1 മാർക്കിൻ്റെ ചോദ്യമാണ്. ദേവകി എവിടേക്കാണ് കയറിപ്പോയത്? ഗണേശ സുബ്രഹ്മണ്യത്തിൻ്റെ സ്ഥലത്ത്. കാരണം അവിടെ എന്താണ്? അവിടെ തണ്ണീർത്തടം മുഴുവനും ഇല്ലാതായിരിക്കുന്നു. വേലിയിറക്കം കഴിഞ്ഞ് വേലിയേറ്റത്തിനായി വെള്ളം കാത്തു നിൽക്കുന്ന കുഞ്ഞുമാത്തോമ്മയെ അവിടെ കാണാം. ഒരു പ്രദേശത്തിന് മുഴുവൻ ജീവിതവും ജീവനും വെള്ളവും നൽകിയ ആ തണ്ണീർത്തടം നശിപ്പിക്കപ്പെട്ട സങ്കടത്തിൽ ആ വെള്ളം കയറി വരുമോ എന്ന് ആലോചിച്ചുകൊണ്ട് ആ സങ്കടത്തിലിരിക്കുകയാണ് ആര്? ആ സുബ്രഹ്മണ്യത്തിൻ്റെ ആ ഒരു ഗണേശ സുബ്രഹ്മണ്യത്തിൻ്റെ സ്ഥലത്ത് ആര്? കുഞ്ഞുമാത്തുമ്മ. ഒരു പ്രദേശത്തിൻ്റെ മുഴുവൻ അത്താണിയായ അന്നം തന്ന ആ ഒരു തണ്ണീർ തടാകം ഇല്ലാതായ വിഷമം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു. വെള്ളത്തിൽ വരച്ച വര പോലെയല്ല മണ്ണിൽ വരയ്ക്കുന്ന വരകൾ. എന്തുകൊണ്ടാണ്? വെള്ളത്തിലെ വര ലളിതമാണ്, അത് കാണില്ല. പക്ഷെ മണ്ണിൽ വരച്ച വര അത് ശക്തമാണ്. കാരണം എന്താണ്? അത് മനുഷ്യൻ്റെ കണ്ടെത്തലാണ്, മനുഷ്യൻ്റെ ആർത്തിയാണ്. അവ ദൃഢവും സുനിശ്ചിതവുമായ അതിരുകളാണ്. മതിൽ, കമ്പിവേലി,
കമ്പി വേലി എല്ലാം കെട്ടിക്കൊണ്ട് മനുഷ്യൻ എന്തു ചെയ്യാണ് മക്കളെ? മനുഷ്യൻ എന്തു ചെയ്യുകയാണ്? ഭൂമിയെ അതിരുതിരിക്കുകയാണ്. മനുഷ്യൻ ഭൂമിക്ക് മുകളിൽ ചെലുത്തുന്ന മനുഷ്യൻ്റെ ദുഃഖകരമായ പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഇവിടെ പ്രകടമായി ആവിഷ്കരിക്കുന്നു. അതുകൊണ്ട് തന്നെ ജലത്തിൽ വരച്ച വര പോലെയല്ല, മണ്ണിൽ വരച്ച വര ദൃഢവും സുനിശ്ചിതവുമാണ്. അത് മായ്ക്കാൻ പറ്റില്ല. പ്രകൃതിയെ നശിപ്പിക്കുന്ന വരയാണ് മനുഷ്യൻ്റെ എഞ്ചിനീയേഴ്സിൻ്റെ വര. അതുകൊണ്ട് തന്നെ സാറാ തോമസിൻ്റെ ആദ്യം എന്ന് പറയുന്ന ഈ കഥയിൽ, ആദ്യം എന്ന് പറയുന്ന നോവലിലെ ഒരു സ്വപ്നം ഉണ്ടായിരുന്നു എന്ന് പറയുന്ന കഥയിൽ ദിനകരൻ്റെ സ്വപ്നം പോലെ തന്നെ പ്രകൃതിയെ മനുഷ്യൻ കടന്നു കയറി ഉപദ്രവിക്കും, പ്രകൃതി ഇല്ലാതാക്കുമെന്ന് പറയുന്ന വലിയ ആശയം ഉൾക്കൊള്ളുന്ന സമകാലിക പ്രസക്തിയുള്ള പാഠഭാഗമാണ് ഇത്. പിന്നെ മക്കൾ പഠിച്ചിട്ട് പോകണം, അടിപൊളിയായിട്ട് വായിക്കണം. ഉസാർക്ക് മുന്തിരിങ്ങ, ഉസാർക്ക് നാരങ്ങ. എൻ്റെ മക്കൾ അടിപൊളിയായിട്ട് പഠിച്ച് നല്ല മാർക്ക് സ്കോർ ചെയ്യണം. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഇറ്റ്സ് മീ ജോബിൻ എക്സാമിനർ. ബൈ ബൈ.